ഹലോ നമസ്കാരം, എല്ലാവർക്കും PSC Proയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ നദികളെക്കുറിച്ചാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ കേരളത്തിലെ നദികളെക്കുറിച്ച് പഠിക്കാം. കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്നത് പ്രധാനമായും ഏത് പർവ്വതനിരയിൽ നിന്നാണ്? പശ്ചിമഘട്ടം. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്നത് പ്രധാനമായും പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ്. കേരള സർക്കാരിൻ്റെ മാനദണ്ഡപ്രകാരം എത്ര കിലോമീറ്ററിൽ അധികം നീളമുള്ള ജലപ്രവാഹത്തെയാണ് നദികളായി കണക്കാക്കുന്നത്? 15 കിലോമീറ്റർ. 15 കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹത്തെയാണ് നദികളായിട്ട് കേരള സർക്കാരിൻ്റെ മാനദണ്ഡപ്രകാരം കണക്കാക്കപ്പെടുന്നത്. കേരളത്തിലെ നദികളുടെ എണ്ണം. കേരളത്തിൽ 44 നദികളാണുള്ളത്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത്. അതുപോലെ കേരളത്തിലെ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം ചോദിച്ചാൽ 41. ക്ലിയർ അല്ലേ? അപ്പോൾ കേരളത്തിൽ ആകെ 44 നദികളുണ്ട്. അതിൽ 3 കിഴക്കോട്ടൊഴുകുന്നത്. ബാക്കി 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഇനി കേരള സർക്കാരിൻ്റെ മാനദണ്ഡപ്രകാരം 15 കിലോമീറ്ററിൽ അധികം നീളമുള്ള ജലപ്രവാഹത്തെയാണ് നദികളായി കണക്കാക്കുന്നത്. കേരളത്തിൽ 15 കിലോമീറ്ററിലധികം നീളമുള്ള 44 നദികളാണുള്ളത്. ഈ നദികളിൽ പ്രധാനമായും പശ്ചിമഘട്ട മലനിരയിൽ നിന്നാണ് ഈ നദികളൊക്കെ ഉത്ഭവിക്കുന്നത്. അടുത്തത്, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണുള്ളത്. അത് ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഈ 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. അടുത്തത്, പൂർണ്ണമായും കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി. പൂർണ്ണമായും കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാറിൻ്റെ നീളം എത്രയാണെന്ന് നോക്കിക്കേ, 244 കിലോമീറ്റർ. അപ്പോൾ പൂർണ്ണമായും കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി, കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? പെരിയാറാണ്. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ. വടക്കേ അറ്റത്തെ നദിയാണ് മഞ്ചേശ്വരം പുഴ. അതുപോലെ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയും മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? 16 കിലോമീറ്റർ. 16 കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദിയാണ് എന്ത്? പെരിയാർ. അപ്പോൾ പെരിയാറാണ് കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ ആണ്. പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററുമാണ്. അടുത്ത് നോക്കിക്കേ, പെരിയാർ പതിക്കുന്നത് ഏത് കായലിലാണ്? പെരിയാർ പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ ഏത് പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത്? അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. അപ്പോൾ ചൂർണി എന്ന പേരിൽ അർത്ഥശാസ്ത്രത്തിൽ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാറാണ്. മുതിരപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? പെരിയാറിൻ്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ ആണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. പെരിയാറിൻ്റെ നീളം എത്രയായിരുന്നു? 244 കിലോമീറ്റർ ആണ്. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ ആണ്. ഭാരതപ്പുഴയുടെ മറ്റു പേരുകളാണ് നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നിവയൊക്കെ. അപ്പോൾ ഭാരതപ്പുഴയാണ് കേരളത്തിലെ നീളം കൂടിയ രണ്ടാമത്തെ പുഴ. ഭാരതപ്പുഴയുടെ നീളം എത്രയാണ്? 209 കിലോമീറ്റർ ആണ്. ഭാരതപ്പുഴയുടെ മറ്റു പേരുകളാണ് നിള, പേരാർ, പൊന്നാനിപ്പുഴ എന്നിവ. ഇനി മുതിരപ്പുഴ പറഞ്ഞ പോലെ നമ്മൾ മുതിരപ്പുഴ ഏതിൻ്റെ പോഷക നദിയാണ്? പെരിയാറിൻ്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ അറിയപ്പെടുന്നതാണ് ചൂർണി എന്ന പേരിൽ. പെരിയാർ പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്.
പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടത് ഏത് പേരിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പേരാർ നിള എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഭാരതപ്പുഴയാണ്. അപ്പോൾ പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടത് പേരാർ എന്ന പേരിലാണ്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ഏതാണ്? പൊന്നാനി തുറമുഖമാണ് ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം എന്ന് പറയുന്നത്. അപ്പോൾ പൊന്നാനി തുറമുഖം ഓർത്തു വയ്ക്കുക. ഭാരതപ്പുഴയുടെ തീരത്താണ് പൊന്നാനി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് നോക്കിക്കുക, ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്രോതസ്. ഭാരതപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. അടുത്തത്, ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ്. തിരൂർ നദി, ഇപ്പോൾ കണ്ണാടിപ്പുഴ എന്നൊക്കെ പറയുന്നത് ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. അപ്പോൾ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയാണ് തിരൂർ നദി. ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേരിട്ടത് മലയാളത്തിലെ ഏത് കവിയാണ്? എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേരിട്ട മലയാള കവി. അപ്പോൾ പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്നത് പേരാർ എന്നാണ്. പേരാർ, നിള എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഭാരതപ്പുഴയാണ്. പൊന്നാനി തുറമുഖമുള്ളത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. അതിൻ്റെ ഒരു പ്രധാന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ, അതുപോലെ ഗായത്രിപ്പുഴ. തിരൂർ നദി എന്നൊക്കെ പറയുന്നത് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദിയാണ്. ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേരിട്ട മലയാളത്തിലെ കവിയാണ് ആര്? എഴുത്തച്ഛൻ. അടുത്ത് നോക്കാം, കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പാ നദി. അപ്പോൾ കേരളത്തിലെ ഒന്നാമത്തെ നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാറിൻ്റെ നീളം എത്രയായിരുന്നു? 244 കിലോമീറ്റർ ആണ്. രണ്ടാമത്തെ നദിയാണ് ഏത്? ഭാരതപ്പുഴ. ഭാരതപ്പുഴ കേരളത്തിലൂടെ ഒഴുകുന്നത് 209 കിലോമീറ്റർ ആണ്. മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ. പമ്പയുടെ നീളം 176 കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം. പമ്പാ നദിയുടെ ഉത്ഭവം എവിടെയാണ്? പീരുമേട്ടിലെ പുളച്ചിമലയാണ് പമ്പയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പോൾ പമ്പാ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പീരുമേട്ടിലെ പുളച്ചിമലയിൽ നിന്നാണ്. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പയാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. ദക്ഷിണ ഭഗീരഥി എന്ന് വിളിക്കപ്പെടുന്ന നദിയാണ് പമ്പാ നദി. അപ്പോൾ ദക്ഷിണ ഭഗീരഥി എന്ന് വിളിക്കപ്പെടുന്ന നദിയാണ് പമ്പാ നദി. അപ്പോൾ നമ്മൾ പമ്പയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പാ നദി. പമ്പാ നദിയുടെ ഉത്ഭവ സ്ഥാനമാണ് എവിടെ? പീരുമേട്ടിലെ പുളച്ചിമലയിൽ നിന്നാണ് പമ്പ ഉത്ഭവിക്കുന്നത്. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പയാണ്. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. നമുക്കറിയാലേ എന്താണ്? ശബരിമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പമ്പയുടെ തീരത്താണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പമ്പാ നദിയിലുള്ള അണക്കെട്ട് ഏതാണ്? ശബരി അണക്കെട്ട് അല്ലേ? ശബരി അണക്കെട്ട്, കക്കി അണക്കെട്ട്, ശബരി അണക്കെട്ടൊക്കെ സ്ഥിതി ചെയ്യുന്നത് പമ്പയിലാണ്. അതുപോലെ അച്ചൻ കോവിലാറ് സ്ഥിതി ചെയ്യുന്നത് പമ്പയുടെ തീരത്താണ്. ദെൻ ആറന്മുള വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ് അല്ലേ? അപ്പോൾ ശബരിമലയുണ്ട്, പമ്പയുടെ തീരത്ത് ശബരി ഡാമുണ്ട്, കക്കി ഡാമുണ്ട് അല്ലേ? കക്കി ഡാമും ശബരി ഡാമൊക്കെ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. അതുപോലെ ശബരിഗിരി പദ്ധതിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് പമ്പയിലാണ്. ശബരിഗിരി പദ്ധതി പേരിൽ നിന്ന് കിട്ടും അല്ലേ? ശബരിമലയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പേരുകളാണ്. അപ്പോൾ ശബരി അണക്കെട്ടും ശബരിഗിരി പദ്ധതിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് പമ്പയിലാണ്. ദെൻ പമ്പ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ബാരിസ് അല്ലേ? ബാരിസ് എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. അപ്പോൾ പമ്പയുടെ നീളം 176 കിലോമീറ്റർ ആണ്. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ, 176 കിലോമീറ്റർ. പമ്പ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ബാരിസ് എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. കേരളത്തിലെ നദികളിൽ വലുപ്പത്തിൽ 4ാം സ്ഥാനത്തുള്ള നദി. അപ്പോൾ നമ്മൾ 1 പെരിയാറാണെന്ന് പറഞ്ഞു, 2 ഭാരതപ്പുഴ, 3 പമ്പ. 4ാം സ്ഥാനത്തുള്ള നദിയാണ് ചാലിയാർ നദിയാണ് കേരളത്തിലെ നദികളിൽ വലുപ്പത്തിൽ 4ാം സ്ഥാനം. ചാലിയാർ നദിയുടെ മറ്റൊരു പേരാണ് എന്ത്? ബേപ്പൂർ നദി. ചാലിയാർ നദിയുടെ മറ്റൊരു പേരാണ് ബേപ്പൂർ നദി.
കരിമ്പുഴ എന്നും വിളിക്കപ്പെടുന്ന നദിയാണ് കടലുണ്ടിപ്പുഴ. കരിമ്പുഴ എന്നും വിളിക്കപ്പെടുന്ന നദിയുടെ പേരാണ് കടലുണ്ടിപ്പുഴ. അടുത്തത് പമ്പയുടെ ഒരു പോഷക നദിയാണ് അച്ചൻകോവിലാർ. നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ, അച്ചൻകോവിലാർ. അപ്പോൾ പമ്പയുടെ ഒരു പോഷക നദിയാണ് അച്ചൻകോവിലാർ. ദെൻ കല്ലടയാർ ഒഴുകുന്ന ജില്ലയാണ് കൊല്ലം. കല്ലടയാർ ഒഴുകുന്ന നദി കൊല്ലം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, കല്ലട കൊല്ലം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ നദികളിൽ വലിപ്പത്തിൽ 4ാം സ്ഥാനത്തുള്ള നദി ചാലിയാറാണ്. ചാലിയാർ നദിയുടെ മറ്റൊരു പേര് ബേപ്പൂർ നദി എന്നാണ്. കരിമ്പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കടലുണ്ടിപ്പുഴയാണ്. പമ്പയുടെ ഒരു പോഷക നദിയാണ് അച്ചൻകോവിലാർ. അതുപോലെ കല്ലടയാറ് ഏത് ജില്ലയിലാണ്? കല്ലടയാറ് കൊല്ലത്താണ് അല്ലേ. കല്ലട എന്ന് പറഞ്ഞ ജലസേചന പദ്ധതി കൊല്ലം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തത് മാമാങ്കം ഏത് നദിയുടെ തീരത്തായിരുന്നു നടന്നിരുന്നത്? മാമാങ്കം ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നിരുന്ന ഉത്സവമാണ് മാമാങ്കം എന്ന് പറയുന്നത്. അപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്നത്. 3 പുഴകൾ സംഗമിച്ചുണ്ടാകുന്ന നദിയാണ് മൂവാറ്റുപുഴയാർ. അവ ഏതൊക്കെ? അപ്പം 3 പുഴകൾ സംഗമിച്ചുണ്ടാകുന്ന നദിയാണ് മൂവാറ്റുപുഴയാർ എന്ന് പറയുന്നത്. ഏതൊക്കെ നദികൾ സംഗമിച്ചാണ് മൂവാറ്റുപുഴയാർ ഉണ്ടാകുന്നത്? കോതയാറ്, കാളിയാറ്, തൊടുപുഴയാറ്. ഏതൊക്കെയാണ്? കോതയാറ്, കാളിയാറ്, തൊടുപുഴയാറ്. ഈ 3 നദികൾ സംഗമിച്ചാണ് മൂവാറ്റുപുഴയാർ ഉണ്ടാകുന്നത്. പെരിയാറിൻ്റെ ഒരു പോഷക നദി, നമ്മൾ നേരത്തെ മുതിരപ്പുഴ പറഞ്ഞു അല്ലേ, അതുപോലെ മുല്ലയാർ. പെരിയാറിൻ്റെ ഒരു പോഷക നദിയാണ് മുല്ലയാർ. അപ്പോൾ പെരിയാറിൻ്റെ പോഷക നദി മുതിരപ്പുഴ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ മുല്ലയാറും. 2 പോഷക നദികൾ പഠിച്ചില്ലേ. ഇനി മുല്ലയാറിൻ്റെ ഉത്ഭവസ്ഥാനം. മുല്ലയാർ ഉത്ഭവിക്കുന്നത് കോട്ടമല കൊടുമുടിയിൽ നിന്നാണ്. കോട്ടമല കൊടുമുടിയിൽ നിന്നാണ് മുല്ലയാർ ഉത്ഭവിക്കുന്നത്. അപ്പോൾ മുല്ല കൊട്ടയിലാണ് കൊണ്ടുവരുന്നതെന്നൊക്കെ പഠിച്ചാലും മതി. മുല്ലയാറിൻ്റെ ഉത്ഭവസ്ഥാനം കോട്ടമല കൊടുമുടിയിൽ നിന്നാണ്. അടുത്തത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പുഴയാണ് എന്ത്? വളപട്ടണം പുഴ. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വീതി കൂടിയ പുഴ വളപട്ടണമാണ്. അപ്പോൾ ഭാരതപ്പുഴ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് അല്ലേ. ഭാരതപ്പുഴയുടെ നീളം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 209 കിലോമീറ്ററാണ്. കേരളത്തിലെ നീളം കൂടിയ 2ാമത്തെ നദിയാണ് ഭാരതപ്പുഴ. 3 പുഴകൾ സംഗമിച്ചുണ്ടാകുന്ന നദിയാണ് മൂവാറ്റുപുഴയാർ എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? കോതയാർ, കാളിയാർ, തൊടുപുഴയാർ. പെരിയാറിൻ്റെ ഒരു പോഷക നദിയാണ് എന്ത്? മുല്ലയാർ. നേരത്തെ നമ്മൾ മുതിരപ്പുഴ പറഞ്ഞു. മുല്ലയാർ പെരിയാറിൻ്റെ ഒരു പോഷക നദിയാണ്. മുല്ലയാറിൻ്റെ ഉത്ഭവസ്ഥാനം മുല്ലക്കൊട്ടയിലാണ് കൊണ്ടുവന്നത്. അപ്പം കോട്ടമല കൊടുമുടിയിൽ നിന്നാണ് മുല്ലയാർ ഉത്ഭവിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് വളപട്ടണം. ഇനി വളപട്ടണം പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് പഴശ്ശി അണക്കെട്ട്. പഴശ്ശി ഡാമാണ് എവിടെ? വളപട്ടണം പുഴയ്ക്ക് കുറുകാണ് പഴശ്ശി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. പഴശ്ശി ഡാം എവിടെയാണ്? അപ്പോൾ കണ്ണൂരാണ്. കാസർഗോഡ് ജില്ലയിൽ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ചന്ദ്രഗിരി പുഴ. കാസർഗോഡ് ജില്ലയിൽ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ചന്ദ്രഗിരി പുഴ. തുളുനാടിനും മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾക്കും ഇടയ്ക്കുള്ള പരമ്പരാഗതമായ അതിർത്തിയായി പരിഗണിക്കപ്പെടുന്ന നദിയാണ് എന്ത്? ചന്ദ്രഗിരി പുഴ. തുളുനാടിനും മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾക്കും ഇടയ്ക്കുള്ള അതിർത്തിയായിട്ട് പരിഗണിക്കപ്പെടുന്ന നദി എന്ന് പറയുന്നത് ചന്ദ്രഗിരി പുഴയാണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ചന്ദ്രഗിരി പുഴ. പയ്യുസനി നദി എന്നറിയപ്പെടുന്നത്, പയ്യുസനി എന്ന പേരിൽ വിളിക്കപ്പെടുന്ന നദി ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ് പയ്യുസനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ ഉത്ഭവസ്ഥാനത്ത് പുല്ലുകയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് മണിമലയാർ. പുല്ലുകയാർ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് മണിമലയാർ. അപ്പോൾ വളപട്ടണം എവിടെയാണ്? വളപട്ടണം കണ്ണൂരാണ് അല്ലേ. വളപട്ടണം പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഡാമാണ് പഴശ്ശി അണക്കെട്ട്. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ചന്ദ്രഗിരി പുഴ. ഈ ചന്ദ്രഗിരി പുഴയുടെ പ്രത്യേകത എന്താണ്? കാസർഗോഡ് ജില്ലയെ ആകൃതിയിൽ ചുറ്റുന്ന ഒരു പുഴയാണ് ചന്ദ്രഗിരി പുഴ. തുളുനാടിനും മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾക്കും ഇടയ്ക്കുള്ള പരമ്പരാഗതമായ അതിർത്തിയായിട്ട് അറിയപ്പെടുന്ന അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത്. ഇനി പയ്യുസനി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ചന്ദ്രഗിരി പുഴ തന്നെയാണ് പയ്യുസനി എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ദെൻ ഉത്ഭവസ്ഥാനത്തും പുല്ലുകയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് മണിമലയാർ. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റിങ്ങൽ നദി. ആറ്റിങ്ങൽ എവിടെയാണ്? തിരുവനന്തപുരത്താണ് അല്ലേ. ആറ്റിങ്ങൽ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് വാമനപുരം നദി. ആറ്റിങ്ങൽ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് വാമനപുരം നദി. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ നദിയാണ് കുപ്പം പുഴ. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ പുഴയാണ് കുപ്പം പുഴ. കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന നദിയാണ് മീനച്ചിലാർ. കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന നദിയാണ് മീനച്ചിലാർ. മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനമാണ് കുടമുരുട്ടിമല. മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനം കുടമുരുട്ടിമലയാണ്. മഞ്ഞ നദി എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് കുറ്റ്യാടിപ്പുഴ. മഞ്ഞ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് കുറ്റ്യാടിപ്പുഴ. അപ്പം ആറ്റിങ്ങൽ നദി എവിടെയാണ്? വാമനപുരം നദിയാണ്, തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടുതലുള്ള പുഴയാണ് കുപ്പം പുഴ. കോട്ടയത്തിൻ്റെ നദി അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന നദിയാണ് മീനച്ചിലാർ. മീനച്ചിലാർ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? കുടമുരുട്ടി മലയിൽ നിന്നാണ് മീനച്ചിലാർ ഉത്ഭവിക്കുന്നത്. മഞ്ഞ നദി, കേരളത്തിൻ്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിൻ്റെ മഞ്ഞ നദി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം, കക്കയം ഡാം. നമ്മൾ നേരത്തെ കക്കി ഡാം പറഞ്ഞു അല്ലേ. കക്കി ഡാം എവിടെയായിരുന്നു? പമ്പയിലാണ് കേട്ടോ. ഇത് കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കുറ്റ്യാടിപ്പുഴ. അപ്പോൾ കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടിപ്പുഴയിലാണ്. കരമനയാർ ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു? തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരത്താണ് കരമനയാർ ഒഴുകുന്നത്. കർണാടകത്തിലെ ആനൈക്കുടി മലയിൽ നിന്ന് ഉത്ഭവിച്ച് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദി. കർണാടകത്തിലെ ആനൈക്കുടി മലയിൽ നിന്ന് ഉത്ഭവിച്ച് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരിയ നദി. ശിരിയ നദിയാണ് കർണാടകത്തിലെ ആനൈക്കുടി മലയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത്. തേജസ്വിനി എന്നറിയപ്പെടുന്ന പുഴയാണ് കാര്യങ്കോട് പുഴ. കാര്യങ്കോട് പുഴയാണ് തേജസ്വിനി എന്നറിയപ്പെടുന്നത്. കർണാടകത്തിലെ കൂർഗ് വനത്തിനുള്ളിലെ മലനിരകളിൽ ഉത്ഭവിക്കുന്ന നദിയാണ് കാര്യങ്കോട് പുഴ എന്ന് പറയുന്നത്. അപ്പോൾ കക്കയം ഡാം എവിടെയായിരുന്നു? കുറ്റ്യാടിപ്പുഴയിലാണ് കക്കയം. കക്കി എവിടെയായിരുന്നു? കക്കി ഡാം പമ്പയിലാണ് കക്കി ഡാം. ദെൻ കരമനയാർ ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു എന്ന് വെച്ചാൽ തിരുവനന്തപുരമാണ്. കർണാടകത്തിലെ ആനൈക്കുടി മലയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരിയ നദി. തേജസ്വിനി എന്നറിയപ്പെടുന്ന പുഴയാണ് കാര്യങ്കോട് പുഴ. കർണാടകത്തിലെ കൂർഗ് വനത്തിനുള്ളിലെ മലനിരയിൽ നിന്നാണ് കാര്യങ്കോട് പുഴ ഉത്ഭവിക്കുന്നത്. അടുത്തത്, കയ്യൂർ രക്തസാക്ഷി മണ്ഡപം ഏത് നദിയുടെ തീരത്താണ്? കാര്യങ്കോട് പുഴയുടെ തീരത്താണ് കയ്യൂർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. കാര്യങ്കോട് പുഴയുടെ തീരത്താണ്. പ്രശസ്തമായ വെള്ളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഏത് നദിക്കരയിലാണ്? വെള്ളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഏത് നദിക്കരയിലാണ്? ഇത്തിക്കരയാറിൻ്റെ തീരത്താണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. അപ്പോൾ കയ്യൂർ രക്തസാക്ഷി മണ്ഡപം ഏത് നദിയുടെ തീരത്താണ്? കാര്യങ്കോട് പുഴയുടെ തീരത്താണ്. അതുപോലെ വെള്ളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഏത് നദിക്കരയിലാണ്? ഇത്തിക്കരയാറിൻ്റെ തീരത്താണ്. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. നെയ്യാർ നദിയുടെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് അഗസ്ത്യാർകൂടത്തിൽ നിന്നാണ്. അപ്പം നെയ്യാർ എവിടെയാണ്? തിരുവനന്തപുരത്താണ് അല്ലേ. തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. നെയ്യാർ നദി ഉത്ഭവിക്കുന്നത് അഗസ്ത്യാർകൂടത്തിൽ നിന്നാണ് നെയ്യാർ നദി ഉത്ഭവിക്കുന്നത്. മയ്യഴിപ്പുഴയുടെ മറ്റൊരു പേര് മാഹിപ്പുഴ. മാഹിപ്പുഴ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. അപ്പോൾ എവിടെയാണ്? മയ്യഴിപ്പുഴയുടെ മറ്റൊരു പേരാണ് മാഹി എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലേ, തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന പുഴയാണ് ഈ മയ്യഴിപ്പുഴ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് എന്ത്? മാഹിപ്പുഴ അഥവാ മയ്യഴിപ്പുഴ.
അപ്പോൾ കയ്യൂർ രക്തസാക്ഷി മണ്ഡപം എവിടെയാണ്? കാര്യങ്കോട് പുഴയുടെ തീരത്താണ്. അതുപോലെ ശ്രീരാമസ്വാമി ക്ഷേത്രം ഏത്? വെള്ളിനെല്ലൂർ എവിടെയാണ്? ഇത്തിക്കരയാറിൻ്റെ തീരത്താണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. നെയ്യാർ ഉത്ഭവിക്കുന്നത് അഗസ്ത്യാർ കൂടത്തിൽ നിന്നാണ് നെയ്യാർ ഉത്ഭവിക്കുന്നത്. ദെൻ മയ്യഴി പുഴയെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ മറ്റൊരു പേരാണ് മാഹി. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ മാഹി പുഴയാണ്. അത് തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന പുഴയാണ്. ക്ലിയർ അല്ലേ? അടുത്തത് വണ്ണാത്തിപ്പുഴ. വണ്ണാത്തിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് പയ്യന്നൂർ പുഴ. അപ്പോൾ പയ്യന്നൂർ പുഴ അറിയപ്പെടുന്നത് വണ്ണാത്തിപ്പുഴ എന്ന പേരിലാണ്. കേരളത്തിൽ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം. അപ്പോൾ കേരളത്തിൽ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം ഏതാണ്? വൈന്തല തടാകമാണ്. വൈന്തലയാണ് കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം. അത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധ വെള്ളച്ചാട്ടങ്ങളായ അതിരപ്പിള്ളി, വാഴച്ചാൽ എന്നിവയൊക്കെ ചാലക്കുടി പുഴയിലാണ് അല്ലേ? പ്രസിദ്ധമായ വെള്ളച്ചാട്ടങ്ങളായ അതിരപ്പിള്ളി, വാഴച്ചാലൊക്കെ എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കപ്പെട്ടത് ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. വിയ്യൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് താണിക്കുടം പുഴ. വിയ്യൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി താണിക്കുടം പുഴയാണ്. അപ്പോൾ വണ്ണാത്തിപ്പുഴ എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ പുഴയാണ്. കേരളത്തിൽ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല. ഈ വൈന്തല തടാകം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. പ്രസിദ്ധ വെള്ളച്ചാട്ടങ്ങളായ അതിരപ്പിള്ളി, വാഴച്ചാൽ എന്നിവയൊക്കെ എവിടെയാണ്? ചാലക്കുടിയിലാണ്. അതുപോലെ ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കപ്പെട്ടതും ചാലക്കുടി പുഴയിലാണ്. ദെൻ വിയ്യൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് താണിക്കുടം പുഴയാണ്. വിയ്യൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് മാച്ചട്ടുമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. മാച്ചട്ടുമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കേച്ചേരി പുഴ. ഇപ്പോൾ കേച്ചേരി പുഴ ഉത്ഭവിക്കുന്നത് മാച്ചട്ടുമലയിൽ നിന്നാണ്. കണ്ണൂർ ജില്ലയിലെ കുറ്റിമലയുടെ താഴ്വാരത്തു നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് അഞ്ചരക്കണ്ടിപ്പുഴ. കണ്ണൂർ ജില്ലയിലെ കുറ്റിമലയുടെ താഴ്വാരത്തു നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് അഞ്ചരക്കണ്ടിപ്പുഴ. കാസർഗോഡ് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പുഴയാണ് നീലേശ്വരം പുഴ. ഇനി കൊടുമണിലെ കളരിത്തറക്കുന്ന് എന്ന പ്രദേശത്തു നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് പള്ളിക്കൽ പുഴ. അപ്പോൾ പള്ളിക്കൽ പുഴ കൊടുമണിലെ കളരിത്തറക്കുന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഏലത്തൂർ പുഴ എന്നും അറിയപ്പെടുന്ന നദിയാണ് ഏത്? കോരപ്പുഴ. കോരപ്പുഴ അറിയപ്പെടുന്നത് ഏലത്തൂർ പുഴ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം മാച്ചാട്ടുമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കേച്ചേരി പുഴയാണ്. അഞ്ചരക്കണ്ടിപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? കണ്ണൂർ ജില്ലയിലെ കുറ്റിമലയുടെ താഴ്വാരത്തു നിന്നാണ്. കാസർഗോഡ് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പുഴയാണ് നീലേശ്വരം പുഴ. അതുപോലെ കൊടുമണിലെ കളരിത്തറക്കുന്ന് എന്ന പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്നതാണ് പള്ളിക്കൽ പുഴ. ഏലത്തൂർ പുഴ എന്നറിയപ്പെടുന്നത് കോരപ്പുഴയാണ്. അടുത്തത് മൊഗ്രാൽ പുഴ ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു? കാസർഗോഡാണ്. മൊഗ്രാൽ പുഴ ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു? കാസർഗോഡ്. റെയറായിട്ടുള്ളൊരു പേരാണ് അല്ലേ? മൊഗ്രാൽ പുഴ ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു എന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് ഏത്? കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡാണ്. കവ്വായി പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിക്കുന്നിൽ നിന്നാണ് കവ്വായി പുഴ ഉത്ഭവിക്കുന്നത്. തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിൻ്റെ ഒരു വശം മുഴുവൻ ചുറ്റപ്പെട്ടു കിടക്കുന്ന പുഴയാണ് മാമം പുഴ. അപ്പോൾ തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിൻ്റെ ഒരു വശം മുഴുവൻ ചുറ്റപ്പെട്ട് കിടക്കുന്ന പുഴയാണ് മാമം പുഴ. അടുത്തത് കുയ്യാലിപ്പുഴയുടെ മറ്റൊരു പേരാണ് തലശ്ശേരി പുഴ. അപ്പോൾ മൊഗ്രാൽ പുഴ ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു എന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയാണ് കാസർഗോഡ്. കവ്വായി പുഴ ഉത്ഭവിക്കുന്നത് കാസർഗോഡ് നിന്നാണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിക്കുന്നിൽ നിന്നുമാണ് കവ്വായി പുഴ ഉത്ഭവിക്കുന്നത്. തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിൻ്റെ ഒരു വശം മുഴുവൻ ചുറ്റപ്പെട്ട് കിടക്കുന്ന പുഴയാണ് മാമം പുഴ.
കുയ്യാലി പുഴയുടെ മറ്റൊരു പേരാണ് തലശ്ശേരി പുഴ എന്ന് പറയുന്നത്. അടുത്തത് ലെപ്റ്റർമ ബിജു എന്ന ഞണ്ടുകൾ കാണപ്പെടുന്ന ഏക നദി. ലെപ്റ്റർമ ബിജു എന്ന ഞണ്ടുകൾ കാണപ്പെടുന്ന ഒരു നദിയാണ്, ഏക നദിയാണ് ചിറ്റാരിപ്പുഴ. അപ്പോൾ ലെപ്റ്റർമ ബിജു എന്ന ഞണ്ടുകളെ കാണാൻ കഴിയുന്നത് ചിറ്റാരിപ്പുഴയിലാണ്. തടി വ്യവസായമായ കല്ലായി സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയുടെ തീരത്താണ്? അപ്പോൾ തടി വ്യവസായത്തിന് പ്രസിദ്ധമായ കല്ലായി സ്ഥിതി ചെയ്യുന്നത് കല്ലായി പുഴയുടെ തീരത്താണ്. കണ്ണൂരിലെ 19 കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു നദി രാമപുരം പുഴ. കണ്ണൂരിലെ 19 കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു നദിയാണ് രാമപുരം പുഴ എന്ന് പറയുന്നത്. തെക്കൻ കേരളത്തിൽ ഏറ്റവും ചെറിയ നദിയാണ് ഐരൂർ നദി. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതായിരുന്നു? മഞ്ചേശ്വരം പുഴയായിരുന്നു. എത്രയായിരുന്നു? 16 കിലോമീറ്റർ ആയിരുന്നു അതിൻ്റെ നീളം. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് ഐരൂർ നദി. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയും കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും മഞ്ചേശ്വരമാണ്. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് ഐരൂർ നദി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി. അപ്പോൾ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുണ്ട്: കബനി, ഭവാനി, പാമ്പാർ. അതിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് കബനി നദി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കബനി നദിയാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് ഭവാനി പുഴ. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? ഭവാനി പുഴയാണ്. ശിരുവാണി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഭവാനി പുഴയുടെ പോഷക നദിയാണ് ശിരുവാണി നദി. പാമ്പാർ നദിയുടെ ഉത്ഭവം എവിടെ നിന്ന്? ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് നിന്നാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് നിന്നാണ് പാമ്പാർ നദി ഉത്ഭവിക്കുന്നത്. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ്. അപ്പോൾ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുണ്ട്. അതിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് കബനി നദി. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് തമിഴ്നാട്ടിലോട്ട് ഒഴുകുന്ന ഒരു നദിയാണ് ഭവാനി പുഴ. ശിരുവാണി നദി ഭവാനി പുഴയുടെ പോഷക നദിയാണ്. പാമ്പാർ നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് നിന്നാണ് പാമ്പാർ നദി ഉത്ഭവിക്കുന്നത്. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? പാമ്പാർ നദി അല്ലെ, പാമ്പാർ നദിയിലാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളം ഏത് നദിയിലാണ് എത്തിച്ചേരുന്നത്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളം ഏത് നദിയിലാണ് എത്തിച്ചേരുന്നത്? തൊടുപുഴയാറിലാണ്. അപ്പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളം ഏത് നദിയിലാണ് എത്തിച്ചേരുന്നത്? തൊടുപുഴയാറിലാണ് എത്തിച്ചേരുന്നത്. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ഏതാണ്? കുന്തിപ്പുഴ. കുന്തിപ്പുഴ എവിടെയാണ്? സൈലന്റ് വാലിയിലാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ പുഴയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ ഏതായിരുന്നു? തൂതപ്പുഴ അല്ലേ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. 100 കിലോമീറ്ററിൽ അധികമുള്ള എത്ര നദികളുണ്ട് കേരളത്തിൽ? കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട്? 44 നദികളാണുള്ളത്. അതിൽ 100 കിലോമീറ്ററിൽ അധികം നീളമുള്ള എത്ര നദികളുണ്ട്? 11 എണ്ണം. അപ്പോൾ 11 എണ്ണം മാത്രമേ ഉള്ളൂ 100 കിലോമീറ്ററിൽ അധികം നീളമുള്ള നദികൾ കേരളത്തിൽ 44 എണ്ണത്തിൽ. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് എന്ത്? കുന്തിപ്പുഴ. അതിനാൽ അവിടെ മലിനീകരണം ഏറ്റവും കുറവാണ്. കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. ക്ലിയർ അല്ലേ? അടുത്തത് മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ചന്ദ്രഗിരിപ്പുഴ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന പുഴയാണ്, യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന പുഴയാണ് ചന്ദ്രഗിരിപ്പുഴ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന പുഴ. അപ്പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം എവിടെയാണ് എത്തിച്ചേരുന്നത്? തൊടുപുഴയാറിലാണ് എത്തിച്ചേരുന്നത്. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴ ഏതിലൂടെയാണ് ഒഴുകുന്നത്? സൈലന്റ് വാലിയിലൂടെയാണ് ഒഴുകുന്നത്.
സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ തൂതപ്പുഴയാണ് ആൻസർ. പിന്നെ എന്ത് പറഞ്ഞു? 100 കിലോമീറ്ററിൽ അധികമുള്ള എത്ര നദികളുണ്ട് കേരളത്തിൽ? കേരളത്തിൽ ആകെ 44 നദികളുണ്ട്. അതിൽ 11 എണ്ണമാണ് 100 കിലോമീറ്ററിൽ അധികം നീളമുള്ളത്. ദെൻ സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി കുന്തിപ്പുഴ പറഞ്ഞു. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. യു ആകൃതിയിൽ കാസർഗോഡിനെ ചുറ്റുന്ന പുഴയാണ്. ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡാണ് കേട്ടോ. നെക്സ്റ്റ്, അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന നദിയാണ് മീനച്ചിലാറ് അല്ലേ? അപ്പോൾ അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ മീനച്ചിലാറാണ്. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ. 3 ആറുകൾ ചേർന്നാണ് മൂന്നാർ അല്ലേ? ഏതൊക്കെയാണ്? മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള ഈ 3 നദികൾ ചേർന്നാണ് മൂന്നാറിൽ സംഗമിക്കുന്ന ഈ 3 നദികളാണ് എന്ത്? മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. അടുത്തത്, OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പരാമർശിക്കപ്പെടുന്ന നദിയാണ് തൂതപ്പുഴ. തൂതപ്പുഴ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. OV വിജയന്റെ കൃതിയാണ് എന്ത്? ഗുരുസാഗരം. അപ്പോൾ OV വിജയന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്നത് തൂതപ്പുഴയെക്കുറിച്ചാണ്. അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന നദി മീനച്ചിലാറാണ്. അടുത്തത്, SK പൊറ്റക്കാട്. പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഇരുവഴിഞ്ഞിപ്പുഴ. അപ്പോൾ SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഇരുവഴിഞ്ഞിപ്പുഴ. അടുത്തത്, ആദിശങ്കരന്റെ ജന്മസ്ഥലം അതായത് ജന്മം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് ഏത്? കാലടി. കാലടി ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? പെരിയാറിന്റെ തീരത്താണ് കാലടി ഉള്ളത്. കാലടി എന്ന് പറയുന്ന പ്രദേശം പെരിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി മീനച്ചിലാറാണ്. അതുപോലെ മൂന്നാറിൽ സംഗമിക്കുന്ന 3 നദികളാണ് മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ ഏത് പുഴയെക്കുറിച്ചാണ് പറയുന്നത്? തൂതപ്പുഴയാണ്. SK പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം ഇരുവഴിഞ്ഞിപ്പുഴ ആ ഒരു നദിയാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു നദി. അതുപോലെ കാലടി എന്ന് പറയുന്ന സ്ഥലം പെരിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കളുടെ വിശുദ്ധമായ ശ്മശാനമാണ് തിരുവില്ലാമലയിലെ ഐവർമഠം. ഐവർമഠം എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുക്കളുടെ വിശുദ്ധമായ ഒരു ശ്മശാനമാണ്. അടുത്തത്, മാരമൺ കൺവെൻഷൻ, ചെറുകോൽ പുഴ ഹിന്ദുമത കൺവെൻഷൻ, റാന്നി ഹിന്ദുമത കൺവെൻഷൻ എന്നിവ നടക്കുന്നത് ഏത് നദിയിലെ മണൽപ്പുറത്താണ്? പമ്പാ നദി അല്ലേ? ഈ മാരമൺ കൺവെൻഷൻ, ചെറുകോൽ പുഴ ഹിന്ദുമത കൺവെൻഷൻ ഇതൊക്കെ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? പമ്പാ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ദെൻ ആറന്മുള വള്ളംകളി നേരത്തെ പറഞ്ഞിരുന്നു. ആറന്മുള വള്ളംകളിയൊക്കെ നടക്കുന്നത് എവിടെയാണ്? പമ്പാ നദിയിലാണ്. ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും അധികം മത്സ്യം വൈവിധ്യവും ജൈവ വൈവിധ്യവും കാണപ്പെടുന്ന നദിയാണ് ചാലക്കുടി പുഴ. അപ്പം ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും അധികം മത്സ്യവൈവിധ്യം ജൈവ വൈവിധ്യം ഒക്കെ കാണപ്പെടുന്ന നദി ചാലക്കുടി പുഴയാണ്. അപ്പോൾ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന ഹിന്ദുക്കളുടെ ഒരു വിശുദ്ധമായ ഒരു ശ്മശാനമുണ്ട് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? തിരുവില്ലാമലയിലെ ഐവർമഠം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. അതുപോലെ മാരമൺ കൺവെൻഷൻ, ചെറുകോൽ പുഴ ഹിന്ദുമത സമ്മേളനം, റാന്നി ഹിന്ദുമത കൺവെൻഷൻ ഇതൊക്കെ നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്താണ്. ആറന്മുള വള്ളംകളി നടക്കുന്നത് പമ്പയുടെ തീരത്താണ്. പമ്പ പണ്ട് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് ബാരിസ്. ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും അധികം മത്സ്യവൈവിധ്യവും ജൈവ വൈവിധ്യവും ഒക്കെ കൂടുതൽ കാണപ്പെടുന്ന നദിയാണ് ചാലക്കുടി പുഴ. അടുത്തത്, കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്? ഭാരതപ്പുഴ. അപ്പോൾ കേരളത്തിൽ 209 കിലോമീറ്റർ മാത്രമാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്.
ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. മുല്ലപ്പെരിയാർ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, പെരിയാറിലാണ്. മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? അരുവിപ്പുറം എവിടെയാണ്? തിരുവനന്തപുരത്താണ് അരുവിപ്പുറം. അപ്പോൾ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം എന്ന് പറയുന്ന സ്ഥലം നെയ്യാറിൻ്റെ തീരത്താണ്. പ്രാചീന കാലത്ത് കപില എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് എന്ത്? കബനി നദി പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് കപില എന്ന പേരിലാണ് അല്ലേ. ചൂർണി എന്നറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു? പെരിയാറാണ് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പ്രാചീന കാലത്ത് കപില എന്നറിയപ്പെട്ടിരുന്നത് കബനിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് ഏത്? കുറുവാദ്വീപ് അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവാദ്വീപ്. സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കബനി നദിയിലാണ്. അപ്പോൾ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ 209 കിലോമീറ്ററാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. നീളാപേരാർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു. മുല്ലപ്പെരിയാർ ഡാം ഏത് നദിയിലാണ്? പെരിയാറിലാണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം, തിരുവനന്തപുരത്തുള്ള അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിൻ്റെ തീരത്താണ്. തെക്കേറ്റത്തെ നദിയാണ് നെയ്യാറ്. പ്രാചീന കാലത്ത് കപില എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കബനി നദിയാണ്. കിഴക്കോട്ടൊഴുകുന്ന ഒരു നദിയാണ് കബനി. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ വടക്കേ അറ്റത്തുള്ളതാണ് കബനി. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കിട്ടാത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. വീഡിയോസ് ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമസ്കാരം. വെൽക്കം ടു PSC Pro. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഹിമാലയൻ നദികളെ കുറിച്ചിട്ടാണ്. നദികൾ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. PSC എക്സാമുകളിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അല്ലേ. ഇന്ത്യൻ നദികളായിക്കോട്ടെ, കേരളത്തിലെ നദികളായിക്കോട്ടെ, നദികൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഹിമാലയൻ നദികൾ മാത്രമാണ്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ത്യൻ നദികളെ പ്രധാനമായും ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇന്ത്യൻ നദികളെ പ്രധാനമായും ഹിമാലയൻ നദികൾ അതുപോലെ ഉപദ്വീപീയ നദികൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹിമാലയൻ നദികൾ എന്താണ്? ഹിമാലയൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. അതുപോലെ എന്താണ് അപ്പോൾ ഉപദ്വീപ്? 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരപ്രദേശം അറിയപ്പെടുന്നതാണ് ഉപദ്വീപ്. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗം അറിയപ്പെടുന്നത് ഉപദ്വീപ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉപദ്വീപുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ നദികളെ പ്രധാനമായിട്ടും ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ മാപ്പ് നോക്കിയാൽ അറിയാം അല്ലേ. തെക്കോട്ട് വരും തോറും, അതായത് താഴോട്ട് വരും തോറും ആ ഗുജറാത്തിൻ്റെ ഏരിയ മുതൽ കടലാണ് അല്ലേ. പടിഞ്ഞാറ് അറബിക്കടലുണ്ട്, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്, ബംഗാൾ ഉൾക്കടലുണ്ട്. അപ്പോൾ ഈ 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ആ ഒരു പ്രദേശമാണ് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും ഉണ്ട് ഇഷ്ടം മാതിരി നദികൾ. അപ്പോൾ ആ ഒരു നദികളെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഹിമാലയൻ നദികൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത്ര നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഹിമാലയൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. അതുപോലെ ഉപദ്വീപിൽ നിന്ന് ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കരഭാഗങ്ങൾ, അവിടെ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ എന്ന് അറിയപ്പെടുന്നത്. ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് ജന്മമെടുക്കുന്നവയാണ് ഹിമാലയൻ നദികൾ. അപ്പോൾ ഹിമാലയത്തിൽ കുറേ മഞ്ഞുപാളികളുണ്ട് അല്ലേ. അപ്പോൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്നുണ്ടാകുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. ഹിമാലയ നിരകളിൽ നിന്നുത്ഭവിക്കുന്ന ഹിമാലയൻ നദികളിൽ വർഷം മുഴുവൻ വെള്ളമുണ്ടാകും. മഞ്ഞുരുകിയും മഴ പെയ്തുമാണ് ഇവ ജലസമൃദ്ധമാകുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവ ഇത്തരം നദികൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ്. വേറെയും ഹിമാലയൻ നദികളുണ്ട്.
കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഹിമാലയൻ നദികൾ, പ്രധാനമായിട്ടും പഠിക്കേണ്ട ഹിമാലയൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ്. ഹിമാലയൻ നദികളുടെ പ്രഭവസ്ഥാനം. ഹിമാലയൻ നദികൾ ഉത്ഭവിക്കുന്നത് ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ്. ഉത്തരപർവ്വത മേഖല, ഹിമാലയം ഉൾപ്പെടുന്ന മേഖല അറിയപ്പെടുന്നതാണ് ഉത്തരപർവ്വത മേഖല. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. നമ്മുടെ ദേശീയ നദിയാണ് ഗംഗ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, എന്താണ് ഉപഭൂഖണ്ഡം എന്നുള്ളത്. അപ്പോൾ ഈ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ദക്ഷിണ ഏഷ്യയിലെ ഒരു പ്രദേശമാണ് ഉപഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്. ഭൂമിശാസ്ത്രപരമായി ഹിമാലയത്തിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക്, അതായത് തെക്കോട്ട് വ്യാപിച്ചു കിടക്കുന്ന പ്രദേശം അറിയപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ക്ലിയറായോ? അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ദക്ഷിണ ഏഷ്യയുടെ പ്രദേശമാണ്. അത് ഹിമാലയത്തിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രം ഏറ്റവും തെക്കാണ്, താഴെയാണ് അല്ലേ, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങളാണ് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലിദ്വീപ്, നേപ്പാളുണ്ട്, പാകിസ്ഥാൻ, അതുപോലെ ശ്രീലങ്ക. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 7 രാജ്യങ്ങളാണ് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. അപ്പോൾ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ, അതായത് ഇത്രയും രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ നദിയാണ് സിന്ധു എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധുവുമാണ്. മാറിപ്പോകരുത്. ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗയുടെ കൈവഴി അറിയപ്പെടുന്നത് പദ്മ എന്നാണ്. ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗയുടെ കൈവഴി അറിയപ്പെടുന്നത് പദ്മ എന്നാണ്. ഏത് നദിയുടെ കൈവഴിയാണ്? ഹൂഗ്ലി എന്ന് പറയുന്നത് ഗംഗയുടെ കൈവഴിയാണ്. ഗംഗ ഏറ്റവും ദൂരം ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? ഉത്തർപ്രദേശ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ നദിയായ ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ്. ത്രിവേണി സംഗമത്തിന് പ്രസിദ്ധമായ നഗരമാണ് അലഹബാദ്. ത്രിവേണി സംഗമം എന്ന് പറയുന്നത് ഗംഗ, യമുന, സരസ്വതി ഇവ മൂന്നും കൂടി സംഗമിക്കുന്ന സ്ഥലമാണ്. അത് അലഹബാദാണ് ത്രിവേണി സംഗമം. ഇന്ത്യയിലൂടെ ഒഴുകുന്നവയിൽ ഏറ്റവും ജലസമൃദ്ധമായ നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ജലസമൃദ്ധമായിട്ടുള്ള നദി ബ്രഹ്മപുത്രയാണ്. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് സിന്ധു നദി, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ സിന്ധു നദിയുടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ സിന്ധു നദിയുടെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് അല്ലേ. സിന്ധു നദി ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നു. ഹിമാലയൻ മലനിരകളിലെ മാനസ സരോവർ തടാകത്തിന് സമീപത്ത് നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ടിബറ്റിലുള്ള മാനസ സരോവർ തടാകത്തിന് സമീപത്ത് നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് സമീപത്ത് നിന്നാണ്. അവിടെ നിന്ന് നേരെ ജമ്മു കാശ്മീരിലൂടെ ഒഴുകുന്നു. അതിനുശേഷം പാകിസ്ഥാനിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ചാണ് സിന്ധു നദി അറേബ്യൻ സീയിൽ പതിക്കുന്നത്. അപ്പോൾ സിന്ധു നദിയുടെ പതനസ്ഥാനം എന്ന് പറയുന്നത് അറബിക്കടലാണ്, അറേബ്യൻ സീ ആണ് സിന്ധു നദിയുടെ പതനസ്ഥാനം. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു. കറാച്ചിയിൽ വെച്ചിട്ടാണ് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാപ്പ് നോക്കിയാൽ തന്നെ അറിയാം അല്ലേ. ചൈനയുണ്ട് അല്ലേ, ചൈന, ദെൻ ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ട്, അതിനുശേഷം പാകിസ്ഥാൻ. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അല്ലേ. ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഏത് രാജ്യത്തിലൂടെയാണ്? സിന്ധു ഏറ്റവും കൂടുതൽ ഒഴുകുന്നത്
പാകിസ്ഥാനിലൂടെയാണ് അല്ലേ, പാകിസ്ഥാനിലൂടെയാണ് സിന്ധു ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്. അതിനാൽ പാകിസ്ഥാൻ്റെ ജീവരേഖ, പാകിസ്ഥാൻ്റെ ദേശീയ നദി ഇതെല്ലാം സിന്ധു നദിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രം കിട്ടിയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഹിമാലയ മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് സിന്ധു നദി. അപ്പോൾ ഈ നദിയിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിന് ഇന്ത്യ എന്ന പേര് ലഭിക്കുന്നത്. ഇന്ത്യ എന്ന പേര് ലഭിക്കുന്നത് സിന്ധു നദിയിൽ നിന്നാണ്. സിന്ധു അറിയപ്പെടുന്നത് ഇൻഡസ് എന്നാണ്. അപ്പോൾ സിന്ധു നദിയുടെ മറ്റൊരു പേരാണ് ഇൻഡസ്. ഈ ഇൻഡസ് നദിയിൽ നിന്നാണ് ഇന്ത്യ എന്ന പേര് നമ്മുടെ രാജ്യത്തിന് ലഭിക്കുന്നത്. ഹിമാലയത്തിലെ മാനസ സരോവർ തടാകത്തിന് സമീപമാണ് ഉത്ഭവിക്കുന്നത്. ഹിമാലയത്തിലെ മാനസ സരോവർ തടാകത്തിന് സമീപത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് വടക്കു പടിഞ്ഞാറോട്ടൊഴുകി കാശ്മീരിലെ ലഡാക്ക് ജില്ലയിലൂടെയാണ് ഇന്ത്യയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. സിന്ധു നദി ഇന്ത്യയിലേക്ക് കടക്കുന്നത് ഏത് ജില്ലയിലൂടെയാണ്? ലഡാക്കിലൂടെയാണ് സിന്ധു ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ത്യയിൽ സിന്ധു നദി കടന്നു പോകുന്ന സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. അപ്പോൾ ജമ്മു കാശ്മീരിലൂടെയാണ് സിന്ധു നദി പാസ് ചെയ്ത് പോകുന്നത്. ലഡാക്ക് ജില്ലയിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. സിന്ധുവിൻ്റെ മറ്റു പോഷക നദികളൊക്കെ പഞ്ചാബിലൂടെയും ഹിമാചലിലൂടെയൊക്കെ ഒഴുകുന്നുണ്ട്. ആകെ ഏതാണ്ട് 3200 കിലോമീറ്റർ ദൂരം ഒഴുകി പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നു. അപ്പം സിന്ധുവിൻ്റെ ആകെ നീളം എന്ന് ചോദിച്ചാൽ 3200 കറക്റ്റ് എക്സാക്ട്ലി പറഞ്ഞാൽ 3180 PSCയിൽ വരാൻ ചാൻസ് 3200 കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് 3180 നിങ്ങൾ 3180 എന്നും അല്ലെങ്കിൽ 3200 കിലോമീറ്റർ ദൂരം ആണ് സിന്ധു നദി ഒഴുകുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു നദി. കറാച്ചിയിൽ വെച്ചിട്ടാണ് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നത്. സിന്ധു നദിയുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 പോഷക നദികളാണ് ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ. അപ്പോൾ സിന്ധു നദിയുടെ ഒരുപാട് പോഷക നദികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 പോഷക നദികളാണ് ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. 5 നദികളുടെ നാട് എന്നാണ് പഞ്ചാബ് എന്ന പേരിൻ്റെ അർത്ഥം. അപ്പോൾ പഞ്ചാബിലൂടെ ഈ സിന്ധുവിൻ്റെ 5 നദികൾ ഒഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് പഞ്ചാബിന് 5 നദികളുടെ നാട് എന്നർത്ഥം വരുന്ന പേര് ലഭിച്ചത്. പഞ്ചാബ് എന്ന പേരിൻ്റെ അർത്ഥം 5 നദികളുടെ നാട് എന്നാണ്. സിന്ധുവിൻ്റെ കൈവഴികളായ ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണവ. അപ്പോൾ പഞ്ചാബിനെ 5 നദികളുടെ നാട് എന്നറിയപ്പെടാൻ കാരണം ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. BC 4-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിലെത്തിയത് സിന്ധു നദി കടന്നാണ്. ഇനി സിന്ധു നദീജല കരാർ. സിന്ധു നദീജല കരാർ എന്നാണ് നോക്കാം. സിന്ധു നദിയിലെ ജലം പങ്കുവെക്കുന്ന കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സിന്ധു ഒഴുകുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ, ചൈന, പാകിസ്ഥാൻ, ഇന്ത്യ. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദിയുടെ ജലം പങ്കുവെക്കുന്ന കാര്യത്തിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു. അതാണ് സിന്ധു നദീജല കരാർ എന്നറിയപ്പെടുന്നത്. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അയൂബ് ഖാനും തമ്മിൽ 1960 സെപ്റ്റംബർ 19 പാകിസ്ഥാനിലെ ലാഹോറിൽ വെച്ചാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. അപ്പോൾ സിന്ധു നദീജല കരാർ ഒപ്പിട്ടതെന്നാണ് 1960 സെപ്റ്റംബർ 19. പഠിച്ചു വയ്ക്കുക. 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്. ആരൊക്കെ തമ്മിലാണ്? 1960 പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരായിരുന്നു? അയൂബ് ഖാൻ. ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്. ഈ കരാറിന് മധ്യസ്ഥത വഹിച്ചത് വേൾഡ് ബാങ്കാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നതിൽ മധ്യസ്ഥത വഹിച്ചത്. കരാർ പ്രകാരം രവി, ബിയാസ്, സത്ലജ് എന്നീ നദികളിലെ വെള്ളത്തിനുള്ള അവകാശം ഇന്ത്യക്കും സിന്ധു, ഝലം, ചിനാബ് നദികളിലെ ജലത്തിൻ്റെ അവകാശം പാകിസ്ഥാനും ലഭിച്ചു. അപ്പോൾ ഈ കരാർ പ്രകാരം 3 നദികൾ ഇന്ത്യക്കും 3 നദികൾ ആർക്ക് പോയി? പാകിസ്ഥാനും ലഭിച്ചു അല്ലെ. ഇന്ത്യക്ക് ലഭിച്ച നദികൾ ഏതൊക്കെയാണ്? രവി, ബിയാസ്, സത്ലജ്. ഈ 3 നദികളും ഇന്ത്യക്ക് ലഭിച്ചു. ഈ 3 നദികളിലെയും ജലത്തിൻ്റെ അവകാശം ഇന്ത്യക്കും
അതുപോലെ സിന്ധു ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ് അല്ലേ. അതുകൊണ്ട് സിന്ധു നദി, ചലം, ചിനാബ് ഈ നദികളും പാകിസ്ഥാന് ലഭിച്ചു. ക്ലിയർ ആയോ? അപ്പോൾ ഈ നദീജല കരാറ് പ്രകാരം ഇന്ത്യക്ക് സിന്ധുവിൻ്റെ 20% ജലത്തിനാണ് അവകാശമുള്ളത്. അപ്പോൾ ഈ ഒരു കരാറ് ഓർത്തു വയ്ക്കുക. ഈ കരാറ് പ്രകാരം ഇന്ത്യക്ക് അവകാശമുള്ള നദികളാണ് രവി, ബിയാസ്, സത്ലജ്. സിന്ധു, ചലം, ചിനാബ് ആർക്കാണ്? പാകിസ്ഥാനാണ്. ഈ ഒരു കരാർ പ്രകാരം സിന്ധുവിലെ 20% ജലത്തിൻ്റെ അവകാശമാണ് ഇന്ത്യക്കുള്ളത്. 80% ജലത്തിൻ്റെ അവകാശം പാകിസ്ഥാനെയാണ്. അടുത്ത് നോക്കാം, പല പേരുകൾ. സിന്ധു നദി പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അല്ലേ. ഇൻഡസ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇൻഡസിൽ നിന്നാണ് ഇന്ത്യക്ക് ഇന്ത്യ എന്ന പേര് ലഭിച്ചത്. അപ്പോൾ പല പേരുകളിലാണ് സിന്ധു നദി അറിയപ്പെടുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിന്ധു നദി പല ഭാഷകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇൻഡസ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നതാണ് ഇൻഡസ് എന്നറിയപ്പെടുന്നുണ്ട്. സിന്ധ് ഉറുദു ഭാഷയിലും സംസ്കൃതത്തിലൊക്കെ സിന്ധ് എന്നറിയപ്പെടുന്നുണ്ട്. സിന്ധു എന്ന് തന്നെ അറിയപ്പെടുന്നുണ്ട്. ഹിന്ദിയിൽ സിന്ധു എന്ന് അറിയപ്പെടുന്നുണ്ട്. പേർഷ്യൻ ഭാഷയിൽ ഹിന്ദു എന്നറിയപ്പെടുന്നുണ്ട്. സെൻഗേച്ചു ടിബറ്റിൽ അറിയപ്പെടുന്നത് സെൻഗേച്ചു എന്നാണ്. ഇൻഡു ചൈനീസിൽ ഇൻഡു എന്നറിയപ്പെടുന്നുണ്ട്. ഇൻഡോസ് ഗ്രീക്ക് ഭാഷയിൽ ഇൻഡോസ് ആണ്. ആദിവേദമായ ഋഗ്വേദത്തിൽ സിന്ധു എന്ന പേരിൽ തന്നെ ഈ നദിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ സിന്ധു നദി പല ഭാഷകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻഡസ് എന്നറിയപ്പെടുന്നുണ്ട്. അതിൽ നിന്നാണ് ഇന്ത്യ എന്ന വാക്കുണ്ടായത്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ സിന്ധു നദിയുമായി ബന്ധപ്പെട്ട ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിന്ധു നദിയുടെ ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിന് അടുത്തുള്ള ബോഗാർച്ചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. സിന്ധു നദിയുടെ ആകെ നീളമാണ് 3200 കിലോമീറ്റർ. 3200 കിലോമീറ്റർ എന്ന് പറയുന്നത് PSCയുടെ ആൻസറാണ്. കറക്റ്റ് 3180 അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഏത് നദിയുടെ പോഷക നദികളിൽ നിന്നുമാണ് പഞ്ചാബിന് പേര് ലഭിച്ചത്? പഞ്ചാബ് എന്നുള്ള പേരിൻ്റെ അർത്ഥം 5 നദികളുടെ നാട് എന്നാണ്. അപ്പോൾ പഞ്ചാബിന് ആ പേര് കിട്ടാൻ കാരണം സിന്ധു ആണ് അല്ലേ. സിന്ധുവിൻ്റെ പോഷക നദികളിൽ നിന്നാണ് പഞ്ചാബിന് ആ പേര് ലഭിച്ചത്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട നദിയാണ് ഏത്? സിന്ധു എന്ന് പറയുന്നത്. ഏത് നദിയുടെ തടാകത്തിലാണ് ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്തത്? പരുത്തി കൃഷി ആരംഭിച്ചത് സിന്ധു നദിയുടെ തീരത്താണ്. ഇൻഡസ് എന്നറിയപ്പെടുന്ന നദിയാണ് സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ്. നമ്മളിപ്പോൾ 3 ഹിമാലയൻ നദികളാണ് പഠിക്കുന്നത്. അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകിയ അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. ഇന്ത്യ എന്ന പേരിനെ നിദാനമായ നദിയാണ് പഞ്ചാബ് തടമേഖല. ഏത് നദീവ്യൂഹത്തിന് സമീപമാണ്? സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയും ഏറ്റവും പടിഞ്ഞാറുള്ള നദിയും എല്ലാം സിന്ധുവാണ്. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ ഏതിൻ്റെ പോഷക നദികളാണ്? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം എന്താണ്? സിന്ധുവാണ്. ഹാരപ്പ സംസ്കാരം നിലനിന്നിരുന്ന നദീതടമാണ് സിന്ധു. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ് സിന്ധു നദി. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ് സിന്ധു നദി. ഓർത്തിരിക്കുക. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. മിത്താൻകോട്ട് പാകിസ്ഥാനിലൊരു സ്ഥലമാണ്. മിത്താൻകോട്ട് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ സിന്ധു നദിയുടെ തീരത്താണ്. കറാച്ചി ഏത് നദിയുടെ തീരത്താണ്? ഏതാണ്? സിന്ധു നദിയുടെ തീരത്താണ് കറാച്ചി. പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയാണ്. പാകിസ്ഥാൻ്റെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. പാകിസ്ഥാനിലെ ജീവരേഖയാണ്. ഇതെല്ലാം എന്താണ്? സിന്ധുവാണ്. ഏത് നദീവ്യൂഹത്തിലും ജലം പങ്കിടുന്നത് സംബന്ധിച്ചാണ് ഇന്ത്യയും പാകിസ്ഥാനും 1960 ഉടമ്പടിയിൽ ഏർപ്പെട്ടത്? സിന്ധു നദിയുമായിട്ടാണ് അല്ലേ. സിന്ധു നദീ ജല കരാറുമായി ബന്ധപ്പെട്ട രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. പുരാതന ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള വിലപിടിച്ച തെളിവുകൾ 20-ാം നൂറ്റാണ്ടിൽ നടന്ന ഉത്ഖനന പ്രവർത്തനങ്ങളിലൂടെ കണ്ടെത്തിയത് ഏത് നദീവ്യൂഹത്തിന്റെ തടപ്രദേശത്താണെന്ന് ചോദിച്ചാൽ സിന്ധുവാണ്. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ലേ ആണ്. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ലേ. ലഡാക്കിലെ ലേ ആണ്. ലഡാക്കിലൂടെയാണ് സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചതെന്ന് എന്നാണ്? 1960 സെപ്റ്റംബർ 19 അത് കറാച്ചിയിൽ വെച്ചിട്ടാണ് ഒപ്പുവെച്ചത്. ആരൊക്കെ തമ്മിലായിരുന്നു? ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും തമ്മിലാണ്.
സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് വേൾഡ് ബാങ്ക് ആയിരുന്നു, അല്ലെ, ലോക ബാങ്കാണ്. നമുക്ക് അടുത്ത് നോക്കാം ഗംഗ, അല്ലെ, ഹിമാലയൻ നദികളിൽ രണ്ടാമത്തെ നദിയാണ് ഗംഗാ നദി. അപ്പോൾ ഗംഗാ നദിയുടെ ഒരു മാപ്പ് ഇവിടെ തന്നിട്ടുണ്ട്, അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, ഗംഗ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പോൾ ഗംഗ ഉത്ഭവിക്കുന്നത് വാലി ഓഫ് ഫ്ലവേഴ്സ്, ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. ഗംഗ ഉത്ഭവിച്ചിട്ട് കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്, അല്ലെ, കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നു. അപ്പോൾ ഗംഗാ നദി ഉത്ഭവിക്കുന്നത് വാലി ഓഫ് ഫ്ലവേഴ്സിൽ നിന്നാണ്. അവിടെ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി ബംഗ്ലാദേശിലൂടെ പാസ് ചെയ്ത് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നു. ഈ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതിന് മുമ്പ് ഗംഗാ നദി മറ്റൊരു നദിയുമായിട്ട് ഇവിടെ കൂടിച്ചേരുന്നുണ്ട്, അല്ലേ. അത് ഏത് നദിയാണ്? നിങ്ങൾ നോക്കിക്കേ, ബാക്കോട്ട് നോക്കിയേ, ഏത് നദിയാണെന്ന്. അത് ബ്രഹ്മപുത്രയാണല്ലേ. ഹിമാലയൻ മലനിരകളിൽ നിന്ന് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നുണ്ട്. ഈ ബ്രഹ്മപുത്ര കിഴക്കോട്ട് തന്നെയാണ് ഒഴുകുന്നത്. കിഴക്കോട്ടൊഴുകി ഇന്ത്യയിലൂടെ പ്രവേശിച്ച് അവസാനം ബംഗ്ലാദേശിൽ വെച്ചിട്ട് ഈ ഗംഗയും ബ്രഹ്മപുത്രയും ഒന്നാകുന്നുണ്ട്, അല്ലേ. അവിടെ വെച്ച് ഒന്നായിട്ട് അതിനുശേഷമാണ് ഇത് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നത്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, ഗംഗാ നദിയാവട്ടെ ബ്രഹ്മപുത്രയാവട്ടെ ഇവ രണ്ടും എങ്ങോട്ടാണ് ഒഴുകുന്നത്? കിഴക്കോട്ടൊഴുകുന്ന ഹിമാലയൻ നദികളാണ്. അപ്പം ഇതിൽ നിന്ന് ഒരു പോയിന്റ് കൂടി കിട്ടിയിട്ടുണ്ടാവും. ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ. ഗംഗാ നദി ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അല്ലേ. ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ തന്നെ ഏറെക്കുറെ ദൂരം പാസ് ചെയ്ത് ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. അപ്പോൾ ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ചോദിച്ചാൽ ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഭാരതീയ വിശ്വാസമനുസരിച്ച് ഗംഗ പുണ്യ നദിയും ദേവിയുമാണ്. ഹിമാലയത്തിൽ ഗംഗോത്രി ഹിമപാടത്ത് നിന്നാണ്, അവിടുത്തെ ഏത് ഗുഹയിൽ നിന്നാണ്? ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ബദ്രീനാഥിൽ നിന്ന് ഉത്ഭവിക്കുന്ന അളകനന്ദ, ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭഗീരഥി എന്നീ രണ്ടു നദികൾ ചേർന്നിട്ടാണ് ഗംഗാ നദി രൂപം കൊള്ളുന്നത്. അപ്പം ഗംഗോത്രിയിൽ നിന്നും ഏത് പേരിലാണ് ഉത്ഭവിക്കുന്നത്? ഭഗീരഥി എന്ന പേരിൽ ഉത്ഭവിക്കുന്ന നദിയും ബദ്രീനാഥിൽ നിന്ന് അളകനന്ദ എന്ന് പറയുന്ന നദിയും കൂടിച്ചേർന്നിട്ടാണ് ഗംഗ എന്ന് പറഞ്ഞ് ഒഴുകുന്നത്. കൂടിച്ചേർന്നിട്ടാണ് ഗംഗ രൂപം കൊള്ളുന്നത്. ഈ നദികൾ ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ച് ഒന്നിച്ച് ഗംഗയായി മാറുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, ഗംഗോത്രിയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഭഗീരഥിയാണ്. അതുപോലെ ബദ്രീനാഥിൽ നിന്ന് ഉത്ഭവിക്കുന്ന അളകനന്ദ, ഇവ രണ്ടും ദേവപ്രയാഗിൽ വെച്ചിട്ട് ഒന്നിച്ച് ചേർന്നിട്ടാണ് ഗംഗയായിട്ട് ഒഴുകുന്നത്. ഹിമാലയത്തിലൂടെ കിലോമീറ്ററുകൾ ഒഴുകി തീർത്ഥാടന കേന്ദ്രമായ ഹരിദ്വാറിലൂടെ ഗംഗാ സമതലത്തിലേക്ക് എത്തുന്ന ഗംഗ അവസാനം ബംഗ്ലാദേശിലൂടെ ഒഴുകിയാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. നമ്മൾ ആ മാപ്പിൽ കണ്ടു, അല്ലേ. അവസാനം ബംഗ്ലാദേശിലെത്തുന്നു. അവിടെ വെച്ചിട്ട് ബ്രഹ്മപുത്രയുമായിട്ട് യോജിച്ചിട്ടാണ് ബംഗാൾ ഉൾക്കടലിൽ പോയിട്ട് പതിക്കുന്നത്. ഏറ്റവും അധികം പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4 ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഗംഗാതടമാണ്. ഗംഗാതടം രൂപം കൊള്ളുന്നത് നിക്ഷേപ പ്രക്രിയയിലൂടെയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഗംഗയാണ്. 25 കിലോമീറ്ററാണ് ഗംഗയുടെ നീളം. 25 പഠിക്കാൻ എളുപ്പമല്ലേ. ഗായ്മുഖ് ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഗംഗ. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേര്. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കാം. ഗംഗ ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേരെന്തായിരുന്നു? ഭഗീരഥി എന്നാണ്, അല്ലേ. ഭഗീരഥി എന്നാണ്. ഏത് നദിയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങളാണ് ഭഗീരഥിയും അളകനന്ദയും? ഗംഗാ നദിയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങളാണ് ഭഗീരഥിയും അളകനന്ദയും. ഭഗീരഥിയും അളകനന്ദയും ദേവപ്രയാഗിൽ വെച്ചിട്ട് ഒന്നിച്ചിട്ടാണ് ഗംഗ എന്ന പേരിൽ ഒഴുകുന്നത്. ഭഗീരഥിയും അളകനന്ദയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന നാമത്തിൽ ഒഴുകി തുടങ്ങുന്നത്? ദേവപ്രയാഗിൽ നിന്നാണ്. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന 5 നദികൾ. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ പഞ്ചപ്രയാഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്കത് ഏതൊക്കെ നദികൾ ചേർന്നിട്ടുള്ളതാണെന്ന് നോക്കാം. ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളി ഗംഗ, പിണ്ടാറ്. ഏതൊക്കെയാണ്? ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളി ഗംഗ, പിണ്ടാറ്. ഇവയാണ് ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്നറിയപ്പെടുന്ന 5 നദികൾ.
ഇതിൽ ഭഗീരഥി അളകനന്ദ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഭഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്നത് ദേവപ്രയാഗിലാണ്. അവിടെ വെച്ചിട്ടാണ് ഗംഗ എന്ന പേരിൽ ഒഴുകുന്നത്. അപ്പോൾ ഭഗീരഥി അളകനന്ദ സംഗമം ദേവപ്രയാഗാണ്. ഗംഗ യമുന സരസ്വതി, അതാണ് ത്രിവേണി സംഗമം അല്ലേ. ഗംഗ യമുന സരസ്വതി ത്രിവേണി സംഗമം നടക്കുന്നത് അലഹബാദിലാണ്. അതറിയപ്പെടുന്നത് പ്രയാഗ് എന്നാണ് അല്ലേ. ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലമാണ് പ്രയാഗ്. അലഹബാദിൻ്റെ പഴയ പേരാണ് പ്രയാഗ് എന്നുള്ളത്. അളകനന്ദ മന്ദാകിനി സംഗമം നടക്കുന്നത് രുദ്രപ്രയാഗ്. അളകനന്ദ പിണ്ടാർ സംഗമം കർണപ്രയാഗ്. അളകനന്ദ ധൗളി ഗംഗാ സംഗമം വിഷ്ണുപ്രയാഗ്. അപ്പോൾ ഓർത്തിരിക്കുക, ഭഗീരഥി അളകനന്ദ സംഗമം നടക്കുന്നത് ദേവപ്രയാഗിലാണ്. ഗംഗ യമുന സരസ്വതിയാണ് ത്രിവേണി സംഗമം, അത് അലഹബാദിലാണ്, പ്രയാഗ് എന്നറിയപ്പെടുന്നു. അളകനന്ദ മന്ദാകിനി സംഗമം രുദ്രപ്രയാഗ്. കർണപ്രയാഗ് എന്താണ്? അളകനന്ദയും പിണ്ടാറും അവ തമ്മിലുള്ള സംഗമമാണ് കർണപ്രയാഗ്. അളകനന്ദ ധൗളി ഗംഗ സംഗമമാണ് വിഷ്ണു പ്രയാഗ്. ഗംഗാ നദി ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏത് നദിയുടെ തീരത്താണ് വാരാണസി? വാരാണസി സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദീ തീരത്താണ്. വരുണ, അസി എന്നീ 2 പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലമാണ് വാരാണസി. ഏതൊക്കെയാണ്? വരുണ, അസി എന്നീ 2 പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലം വാരാണസിയാണ്. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് ഗംഗ. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഗംഗയാണ്. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ളത് ഗംഗയ്ക്കാണ്. ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജല അതിർത്തി സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അംബാല. ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജല അതിർത്തി സ്ഥിതി ചെയ്യുന്ന നഗരം അംബാലയാണ്. ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗമാണ് ഗംഗാ ഡോൾഫിൻ. ഗംഗയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗം ഗംഗാ ഡോൾഫിനാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഈ ഗംഗാ ഡോൾഫിൻ. ഏതു നദിയും യമുനയും സംഗമിക്കുന്നതിന് സമീപമാണ് അലഹബാദ്. അലഹബാദ് എന്ന് പറയുന്നത് ഗംഗാ യമുന സരസ്വതി അല്ലേ. ഈ സംഗമം നടക്കുന്നത് അലഹബാദിലാണ്. അതാണ് ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഗംഗയുടെയും യമുനയുടെയും സംഗമം നടക്കുന്ന സ്ഥലമാണ് അലഹബാദ്. ഗംഗയും യമുനയും സംഗമിക്കുന്നത് എവിടെ വെച്ച്? അലഹബാദിൽ വെച്ച്. അതാണ് പ്രയാഗ്രാജ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത നമുക്ക് ബ്രഹ്മപുത്ര നദിയെക്കുറിച്ച് നോക്കാം. ഇവിടെ ബ്രഹ്മപുത്രയുടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് അല്ലേ. ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് മാനസ സരോവർ തടാകത്തിന് അടുത്ത് നിന്ന് തന്നെയാണ്. മാനസ സരോവർ തടാകം, ടിബറ്റിലുള്ള മാനസ സരോവർ തടാകത്തിന് അടുത്തു നിന്ന് ബ്രഹ്മപുത്ര ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുകയാണ് ചെയ്യുന്നത്. കിഴക്കോട്ടൊഴുകുന്ന അല്ലെ, കിഴക്കോട്ടൊഴുകി അരുണാചൽ പ്രദേശിലൂടെ ഇന്ത്യയിലെത്തി ദെൻ പടിഞ്ഞാറോട്ട് കുറച്ചൊഴുകി അതിനുശേഷം ബംഗ്ലാദേശിൽ വെച്ചിട്ട് ഗംഗയുമായി സംയോജിക്കുകയും ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയും ചെയ്യുന്നു. കിഴക്കോട്ടൊഴുകുന്ന ഒരു ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. അല്ലെ, ഗംഗയും അതുപോലെ കിഴക്കോട്ടൊഴുകുന്ന ഒരു ഹിമാലയൻ നദിയായിരുന്നു. സിന്ധു മാത്രമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ചൈനയിലെ ടിബറ്റിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ചൈനയുണ്ട്, അതുപോലെ അരുണാചൽ പ്രദേശിലൂടെയൊക്കെ ഒഴുകുന്നുണ്ട്, ഇന്ത്യയിൽ പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ, അതിനുശേഷം ബംഗ്ലാദേശ് അല്ലേ. ബംഗ്ലാദേശിൽ നിന്നാണ് ബംഗാൾ ഉൾക്കടലിലോട്ട് പതിക്കുന്നത്. അപ്പോൾ ബ്രഹ്മപുത്ര ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചൈന, ഇന്ത്യ, ദെൻ ബംഗ്ലാദേശ്. അപ്പോൾ ഈ 3 രാജ്യങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്. സിന്ധു ആണെങ്കിലോ ചൈന, ഇന്ത്യ, അതിനുശേഷം പാകിസ്ഥാനായിരുന്നു. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ചെമയുങ്ടുങ് ഹിമാനിയിൽ നിന്നാണ്. ചെമയുങ്ടുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്രയുടെ ആകെ നീളം 2900 കിലോമീറ്റർ ആണ്. ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. ഗംഗയുടെയും പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. കിഴക്കോട്ട് ഒഴുകുന്ന ഹിമാലയൻ നദികളാണ് ബ്രഹ്മപുത്രയും ഗംഗയും. ബ്രഹ്മപുത്ര ഒഴുകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ്. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്തു നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്ര നദീതടം വ്യാപിച്ചിരിക്കുന്ന രാജ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ്, കൂടാതെ നേപ്പാൾ, ഭൂട്ടാൻ. നിങ്ങൾ മാപ്പ് നോക്കിയാൽ അറിയാം, നേപ്പാളും ഭൂട്ടാനും അതിൻ്റെ അടുത്ത് തന്നെയുണ്ട് അല്ലേ. ബ്രഹ്മപുത്ര ഒഴുകുന്നതിൻ്റെ അടുത്ത് തന്നെയുണ്ട് നേപ്പാളും ഭൂട്ടാനും.
അപ്പോൾ ബ്രഹ്മപുത്ര നദീതടം വ്യാപിച്ചിരിക്കുന്ന രാജ്യങ്ങൾ നേപ്പാളും ഭൂട്ടാനും കൂടി ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഓരോ നദികളും ഓരോ രാജ്യത്ത് പല പേരിലാണ് അറിയപ്പെടുന്നത്. ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടിബറ്റിലെ ബ്രഹ്മപുത്രയുടെ പേര് സാങ്പോ എന്നാണ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ജമുന എന്നാണ്. അപ്പോൾ ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സാങ്പോ എന്ന പേരിലും ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലുമാണ്. ബ്രഹ്മപുത്ര നദി ഏത് പർവ്വതത്തെ യു ആകൃതിയിൽ തിരിഞ്ഞാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രഹ്മപുത്ര നദി ഏത് പർവ്വതത്തെ യു ആകൃതിയിൽ തിരിഞ്ഞാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? നംചാ ബർവ. നംചാ ബർവ പർവ്വതത്തെ യു ആകൃതിയിൽ തിരിഞ്ഞിട്ടാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലോട്ട് പ്രവേശിക്കുന്നത്. ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഈ നദി ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് സമീപത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത്. സിന്ധു ഉത്ഭവിക്കുന്നത് പോലെ തന്നെ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് സമീപത്തു നിന്നാണ് ആരുത്ഭവിക്കുന്നത്? ബ്രഹ്മപുത്ര നദിയും ഉത്ഭവിക്കുന്നത്. ഹിമാലയത്തിൻ്റെ ചെരുവുകളിലൂടെ ഒഴുകി അരുണാചൽ പ്രദേശും ആസാമും കടന്ന് കുറച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ എത്തിച്ചേരുന്നു. അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന ഹിമാലയൻ നദിയാണ്. അത് കിഴക്കോട്ടൊഴുകി കുറച്ച് ദൂരം കഴിയുമ്പോൾ കുറച്ച് ദൂരത്തിന് ശേഷം അത് പടിഞ്ഞാറോട്ടൊഴുകി അരുണാചൽ പ്രദേശും ആസാമും കടന്ന് തെൻ ബംഗ്ലാദേശിലെത്തുന്നു. അവിടെ വെച്ച് പത്മ നദിയുമായി കൂടിച്ചേരുന്ന ബ്രഹ്മപുത്ര ഒടുവിൽ മേഘ്ന എന്ന നദിയുമായി ചേർന്ന് ആ പേരിൽ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ്. അപ്പോൾ ഈ ഗംഗാ നദിയുമായിട്ട്, പത്മ എന്ന പേരുള്ള ഗംഗാ നദിയുമായിട്ട് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ വെച്ചിട്ട് ഒന്നിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ജമുന എന്ന പേരിലാണ് അല്ലേ. അപ്പോൾ ഈ പത്മയും ജമുനയും ഒന്നിച്ചിട്ട് മേഘ്ന എന്ന പേരിലാണ് ബംഗ്ലാദേശിൽ ഇത് ഒഴുകുന്നത്. ഏകദേശം 2900 കിലോമീറ്റർ നീളമുള്ള ബ്രഹ്മപുത്രയുടെ 911 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ലോഹിത്, ദിബാങ്, കാമോങ്, ധനുശ്രീ, ടീസ്റ്റ, മാനസ്, സുബൻസിരി എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ലോഹിത്, ദിബാങ്, കാമോങ്, ധനുശ്രീ, ടീസ്റ്റ, മാനസ്, സുബൻസിരി എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ടിബറ്റിൽ സാങ്പോ എന്നും അരുണാചൽ പ്രദേശിൽ ദിഹാങ് എന്നും സിയാങ് എന്നും ഇതറിയപ്പെടുന്നു. അപ്പോൾ ബ്രഹ്മപുത്ര ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്നു, അരുണാചൽ പ്രദേശിലെ ഡിഹാങ് എന്നും സിയാങ് എന്നും ഇതറിയപ്പെടുന്നു. ആസാമിൽ എത്തുമ്പോഴാണ് ബ്രഹ്മപുത്ര എന്ന പേര് കിട്ടുന്നത്. അപ്പോൾ ആസാമിലാണ് ബ്രഹ്മപുത്ര എന്ന പേര് ഈ നദിക്ക് ലഭിക്കുന്നത്. ബംഗ്ലാദേശിൽ ജമുന എന്നാണ് ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ സാദിയ വഴിയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിലൂടെയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ബ്രഹ്മപുത്രയെയും മാനസ സരോവറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരം. അപ്പോൾ മാനസ സരോവർ തടാകത്തിൻ്റെ അടുത്ത് നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ബ്രഹ്മപുത്രയെയും മാനസ സരോവറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരമാണ് മറിയംല ചുരം അല്ലെങ്കിൽ മായംല ചുരം എന്ന് പറയുന്നത്. മറിയംല ചുരം അല്ലെങ്കിൽ മായംല ചുരമാണ് ബ്രഹ്മപുത്രയെയും മാനസ സരോവർ തടാകത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരം. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ആസാമിൻ്റെ ദുഃഖമാണ് ബ്രഹ്മപുത്ര. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി. വടക്കു കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നദിയാണ് ബ്രഹ്മപുത്ര. ഏത് നദിയുടെ പോഷക നദിയാണ് ടീസ്റ്റ എന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. ഗംഗയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഗംഗയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദി ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയാണ് മാജുലി. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ല മാജുലിയാണ്. ലോഹിത് ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ലോഹിത്. സാദിയ ദുബ്രി നാഷണൽ വാട്ടർവേ 2 സ്ഥിതി ചെയ്യുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ടർവേ 2 ബന്ധിപ്പിക്കുന്നത് സാദിയ ദുബ്രിയാണ്. അത് ബ്രഹ്മപുത്ര നദിയിലാണ്. ബ്രഹ്മപുത്രയുടെ പ്രാചീന നാമമാണ് ലൗഹിത്യ. ലൗഹിത്യ എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്രയാണ്. പുരുഷനാമമുള്ള വടക്ക് കിഴക്കേ ഇന്ത്യൻ നദിയാണ് ബ്രഹ്മപുത്ര. ലോഹിത് ഒഴുകുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ലോഹിത്
ഒഴുകുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ്. മാജുലി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. അപ്പം നിങ്ങൾക്ക് ഇത്ര നേരം ഈ ക്ലാസ് കേട്ടതുകൊണ്ട് ഹിമാലയൻ നദികളെക്കുറിച്ച് ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടാവും. നമ്മളിനി LDCക്കൊക്കെ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ ഓരോ നദികളെക്കുറിച്ചും അതിൻ്റെ പോഷക നദികളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ SCERT സയൻസ് പാഠഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിന്ന് സയൻസ് നോക്കാം. ആദ്യം തന്നെ സസ്യലോകമാണ്. ഇലകളിൽ വെച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. ഇപ്പോൾ പ്രകാശ സംശ്ലേഷണം ഇലകളിൽ വെച്ചിട്ട് ആഹാരം പാചകം ചെയ്യുന്ന നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. ഇലകളിൽ കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ള വർണ്ണവസ്തുവാണ് ഹരിതകം. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് സൂര്യപ്രകാശം, ഹരിതകം, കാർബൺ ഡയോക്സൈഡ്, ജലം, അതുപോലെ ലവണങ്ങൾ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ സൂര്യപ്രകാശം, ഹരിതകം, കാർബൺ ഡയോക്സൈഡ്, ജലം, ലവണങ്ങൾ എന്നിവയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത്ര നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ഘടകങ്ങളാണ് അത്യാവശ്യമായിട്ടുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം ഓർത്ത് വയ്ക്കുക. സൂര്യപ്രകാശം, ഹരിതകം, കാർബൺ ഡയോക്സൈഡ്, ജലവും ലവണങ്ങളും വേണം പ്രകാശ സംശ്ലേഷണം നടത്താനായിട്ട്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് ഗ്ലൂക്കോസ് അഥവാ അന്നജം, ഓക്സിജൻ. ഗ്ലൂക്കോസും ഓക്സിജനുമാണ് പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ. സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളത് കൊണ്ട് സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് സ്വപോഷികൾ. സ്വപോഷികൾ എന്ന് പറയുന്നത് സ്വന്തമായ ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള സസ്യങ്ങളാണ് സ്വപോഷികൾ. ജലവും ലവണവും സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് സൈലം. ഇമ്പോർട്ടൻ്റ് ആണ്. ജലവും ലവണവും സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകൾ സൈലമാണ്. നിർമ്മിച്ച ആഹാരം ഇലകളിൽ നിന്ന് സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് ഫ്ലോയം. അപ്പോൾ ഇലകളിലാണ് ആഹാരം നിർമ്മിക്കുന്ന ആഹാരം ഇലയിൽ നിന്ന് സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകൾ അറിയപ്പെടുന്നത് ഫ്ലോയം എന്നാണ്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഏത്? കാർബൺ ഡയോക്സൈഡ് ആണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. ഇലകളിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ചെറു സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ. ഇലകളിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ചെറു സുഷിരങ്ങൾ അറിയപ്പെടുന്നത് ആസ്യരന്ധ്രങ്ങൾ എന്നാണ്. സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകാൻ സഹായിക്കുന്നത് ആസ്യരന്ധ്രങ്ങളാണ്. ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നത്. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫിൽ. മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം സാന്തോഫിൽ ആണ്. അതുപോലെ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നൽകുന്ന വർണ്ണകമാണ് കരോട്ടിൻ. ചുവപ്പ് നിറം നൽകാൻ സഹായിക്കുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ആന്തോസയാനിൻ ആണ്. രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സസ്യങ്ങൾ ഉപയോഗിക്കുന്നത്. രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സസ്യങ്ങളും ജന്തുക്കളും ഉച്ഛ്വാസവായുവായി ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പോൾ ഉച്ഛ്വാസവായുവായിട്ട് സസ്യങ്ങളും ജന്തുക്കളും ഉപയോഗിക്കുന്ന വാതകം, ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് ഓക്സിജനാണ്. സസ്യങ്ങളായാലും ജന്തുക്കളായാലും ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്
ഓക്സിജനാണ്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്നതും കാർബൺ ഡൈ ഓക്സൈഡാണ്. അടുത്തത് വാസസ്ഥലത്തിന് വേണ്ടി മാത്രമായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജീവികളാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റുള്ളവയെ ആശ്രയിക്കുന്ന ജീവികളാണ് എപ്പിഫൈറ്റുകൾ. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യവിഭാഗമാണ് എപ്പിഫൈറ്റുകൾ. അപ്പോൾ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ഇവർ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കും. അതുപോലെ മരവാഴ എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന സസ്യമാണ്? എപ്പിഫൈറ്റുകളാണ്. മരവാഴ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്ന കഴിവുണ്ട്. എപ്പിഫൈറ്റിന് എക്സാമ്പിളാണ് മരവാഴ എന്ന് പറയുന്നത്. അടുത്തത് ജലമാണ്. ലയിക്കുന്ന വസ്തുക്കളെ പൊതുവായി ലീനം എന്ന് വിളിക്കുന്നു. അതായത് പഞ്ചസാര, ഉപ്പ് തുടങ്ങിയവയെല്ലാം ലീനമാണ്. ലയിക്കുന്ന വസ്തുക്കളാണ് അല്ലെ, ലയിക്കുന്ന വസ്തുക്കളാണ്. ഇവയെ പൊതുവായി പറയുന്ന പേരാണ് ലീനം എന്നുള്ളത്. ലീനം ഏതിലാണോ ലയിച്ചു ചേരുന്നത് അതിനെ ഡാഷ് എന്ന് പറയുന്നു. ലീനം ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്നാണ് പറയുന്നത്. ഇപ്പോൾ പഞ്ചസാര വെള്ളത്തിൽ ലയിക്കും അല്ലേ, ഇപ്പോൾ വെള്ളമാണ് ലായകം എന്നുള്ളത്. ലീനം എന്ന് പറയുന്നത് പഞ്ചസാരയുമാണ്. ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നുണ്ടാകുന്ന മിശ്രിതമാണ് ലായനി. അതായത് പഞ്ചസാര വെള്ളമാണ് ലായനിയായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ പഞ്ചസാര ലായനി എന്ന് പറയുന്നത് അതിൽ ലീനം പഞ്ചസാരയും ലായകം വെള്ളവുമാണ്. അത് രണ്ടും ചേർന്നിട്ടാണ് ലായനി ഉണ്ടാകുന്നത്, പഞ്ചസാര ലായനി ഉണ്ടാകുന്നത്. സോഡ ലായനി ഏതുതരം മിശ്രിതമാണ്? വാതകം ദ്രാവകത്തിൽ അലിഞ്ഞു ചേർന്നുണ്ടാകുന്ന ലായനിയാണ് സോഡ ലായനി എന്ന് പറയുന്നത്. വാതകം ദ്രാവകത്തിൽ അലിഞ്ഞു ചേർന്നുണ്ടാകുന്ന ലായനിയാണ് സോഡ ലായനി. ഓക്കെ, പഞ്ചസാര ലായനി എക്സാമ്പിൾ നേരത്തെ പറഞ്ഞതിൻ്റെ എക്സാമ്പിളാണ്. പഞ്ചസാര ലായനി എന്ന് പറയുന്നത് ഒരു ലായനിയാണ്. അതിലുള്ള ലീനം എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. അലിയുന്ന വസ്തുവാണ് ലീനം, അത് പഞ്ചസാരയാണ്. ലായകം എന്ന് പറയുന്നത് ഈ ലീനം ഏതിലാണോ ലയിക്കുന്നത് അതിനെയാണ് ലായകം എന്ന് പറയുന്നത്. ജലമാണ് പഞ്ചസാര ലായനിയിലെ ലായകം. അടുത്തത് കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ജലത്തിന് നൽകിയിരിക്കുന്ന പേരാണ് സാർവിക ലായകം. കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിനുണ്ട്, അതുകൊണ്ട് ജലത്തിനെ പറയുന്നതാണ് സാർവിക ലായകം. അപ്പോൾ സാർവിക ലായകം ഏതാണെന്ന് ചോദിച്ചാൽ ജലമാണ് ആൻസർ. ജലത്തിൽ എന്തെങ്കിലും നിക്ഷേപിക്കുമ്പോഴോ ജലം നീക്കം ചെയ്യുമ്പോഴോ ജലത്തിൻ്റെ ഉയർച്ചയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. ജലത്തിൽ എന്തെങ്കിലും നിക്ഷേപിക്കുമ്പോഴോ നീക്കം ചെയ്യുമ്പോഴോ, ജലം നീക്കം ചെയ്യുമ്പോഴോ എന്നല്ല, ജലത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ നിക്ഷേപിക്കുമ്പോഴോ നീക്കം ചെയ്യുമ്പോഴോ ജലത്തിൻ്റെ ഉയർച്ചയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ. ജലത്തിൽ എന്തെങ്കിലും നിക്ഷേപിക്കുമ്പോൾ ജലത്തിൻ്റെ ഉയരം കൂടാറുണ്ട്. ജലത്തിൽ നിക്ഷേപിച്ച വസ്തുക്കൾ എടുത്ത് മാറ്റുമ്പോൾ അതിൻ്റെ അളവ് ഉയർച്ചയിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ജലവിധാനമാണ്. അപ്പോൾ ജലവിധാനമാണ് എന്ത്? ജലത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ നിക്ഷേപിക്കുമ്പോൾ ജലത്തിൻ്റെ ഹൈറ്റ് കൂടുന്നതും വസ്തുക്കൾ എടുത്ത് മാറ്റുമ്പോൾ ജലത്തിൻ്റെ ഹൈറ്റ് കുറയാനുള്ള കാരണം ജലവിധാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രാവകങ്ങൾ അളക്കുവാൻ ഉപയോഗിക്കുന്ന ഏകകമാണ് ലിറ്റർ. ദ്രാവകങ്ങൾ അളക്കാൻ നമ്മൾ ലിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. കുറഞ്ഞ അളവിൽ ദ്രാവകങ്ങൾ അളക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഏകകമാണ് മില്ലി ലിറ്റർ എന്ന് പറയുന്നത്. അടുത്തത്, ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിന്റെ എത്ര ഭാഗമാണ് ജലം? 2/3 ഭാഗം ജലമാണ്. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിന്റെ 2/3 ഭാഗം ജലമാണ്. എത്ര ഘന സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ എന്ന് ചോദിച്ചാൽ 1000 ഘന സെന്റിമീറ്റർ ആണ്. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ഘന സെന്റിമീറ്റർ ആണ്. ഭൂമിയിലെ ജലത്തിന്റെ ഭൂരിഭാഗവും ഡാഷ് ജലമാണ്. നമ്മൾ പറഞ്ഞു 2/3 ഭാഗം ജലമാണ്. ഈ ഭൂമിയിലെ ജലത്തിന്റെ ഭൂരിഭാഗവും സമുദ്രജലമാണ്. സൂര്യന്റെ ചൂടേറ്റ് ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം നീരാവിയാകുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. സൂര്യന്റെ ചൂടേറ്റ് ജലാശയങ്ങളിലെയും അതുപോലെ സസ്യങ്ങളിലെയും ജലം നീരാവിയായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ബാഷ്പീകരണം എന്നാണ്. ബാഷ്പീകരണ ഫലമായ നീരാവി തണുക്കുമ്പോൾ ഡാഷ് ആയി മാറുന്നു. ബാഷ്പീകരണ ഫലമായി ഉണ്ടാകുന്ന നീരാവി തണുത്ത് ഡാഷായി മാറുന്നു. അതാണ് മേഘങ്ങളായിട്ട് മാറുന്നത്. മേഘങ്ങൾ തണുത്താണ് മഴയുണ്ടാകുന്നത്.
അതുപോലെ വാതകങ്ങൾ തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം. വാതകങ്ങൾ തണുത്ത് ജലമായിട്ട് മാറുന്ന പ്രക്രിയ സാന്ദ്രീകരണമാണ്. നീരാവി ജലമായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം. നീരാവി തണുത്ത് ജലമായിട്ട് മാറുന്നതാണ് സാന്ദ്രീകരണം എന്ന് പറയുന്നത്. ജലത്തിനെ ശാസ്ത്രീയമായി സൂചിപ്പിക്കുന്നതാണ് H2O. ജലത്തിൻ്റെ രാസസൂത്രമാണ് H2O എന്നുള്ളത്. നമുക്കടുത്ത് പ്രകാശം നോക്കാം. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ എന്നറിയപ്പെടുന്നത്. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ കടത്തിവിടാത്തത് അതാര്യ വസ്തുക്കളാണ്. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ ഭാഗികമായിട്ട് കടത്തിവിടുന്നത് അർദ്ധതാര്യ വസ്തുക്കളാണ്. അടുത്തത്, ഏതു തരം വസ്തുക്കളാണ് നിഴലുകൾ ഉണ്ടാക്കുന്നത്? ഏതു തരം വസ്തുക്കളാണ് നിഴലുകൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതാര്യ വസ്തുക്കളാണ്. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് നിഴലുകൾ ഉണ്ടാക്കുന്നത്. നിഴലുകൾ ഉണ്ടാക്കുന്നത് അതാര്യ വസ്തുക്കളാണ്. അപ്പോൾ പ്രകാശത്തെ കടത്തിവിടുന്നത് സുതാര്യ വസ്തുക്കൾ, പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ അതാര്യ വസ്തുക്കൾ. ഈ അതാര്യ വസ്തുക്കളാണ് നിഴലുകൾ ഉണ്ടാക്കുന്നത്. അതുപോലെ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഭൂമിയിൽ ഒരു വശത്ത് പകലായിരിക്കുമ്പോൾ മറുവശത്ത് രാത്രിയായിരിക്കാൻ ഉള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ഭൂമി ഒരു അതാര്യ വസ്തുവാണ്, അല്ലെ? ഭൂമി ഒരു അതാര്യ വസ്തുവാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ ഒരു വശത്ത് പകലായിരിക്കുമ്പോൾ മറുവശത്ത് രാത്രി ആയിരിക്കാൻ കാരണം. ഭൂമി അതാര്യ വസ്തുവാണ്, പ്രകാശത്തെ കടത്തിവിടാത്തത് കൊണ്ടാണ്. സൂര്യൻ, ഭൂമി ഇവയ്ക്കിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോഴാണ് ഡാഷ് സംഭവിക്കുന്നത്. ചോദിക്കുന്നതാണ്. ഭൂമി, സൂര്യൻ, അതുപോലെ ചന്ദ്രൻ. ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ സംഭവിക്കുന്നതാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. നമുക്കിതിനെ എളുപ്പത്തിൽ ഇങ്ങനെ ഓർത്തിരിക്കാം. EMS സൂര്യഗ്രഹണത്തിൻ്റെ ഒരു കോഡായിട്ട് EMS എന്ന് പറയാം. EMS നമ്മുടെ രാഷ്ട്രീയത്തിലൊരു സൂര്യനെ പോലെയാണ്, അല്ലെ? ഒരു സൂര്യ തേജസ്സാണ്. അപ്പോൾ EMS എർത്ത്, മൂൺ, സൺ. ഇതിൽ നടുക്ക് വരുന്നു. ഭൂമിയുടെയും സൂര്യൻ്റെയും നടുക്ക് ചന്ദ്രൻ വരുന്നു. നടുക്കാണ്. അപ്പോൾ മൂൺ നടുക്ക് വരുന്ന ഈ ഒരു സിറ്റുവേഷനാണ് സൂര്യഗ്രഹണം എന്നുള്ളത്. അപ്പോൾ ചന്ദ്രഗ്രഹണമാണെങ്കിൽ MES എന്ന് പഠിക്കാം, അല്ലേ? MES അതായത് എർത്ത്, ഭൂമി നടുക്ക് വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. അപ്പോൾ EMS ആണ്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വയ്ക്കുക. EMS ആണ് സൂര്യഗ്രഹണം. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിലൊരു സൂര്യ തേജസ്സാണ് EMS. അപ്പോൾ EMS എന്ന് പറയുന്നത് സൂര്യഗ്രഹണമാണ്. ഭൂമി ഇവയുടെ നടുക്ക് ആര് വരുന്നു? മൂൺ നടുക്ക് വരുന്നതാണ് സൂര്യഗ്രഹണം. അപ്പോൾ സൂര്യൻ, ഭൂമി ഇവയ്ക്കിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. അടുത്ത് നോക്കാം. ഭൂമി ചന്ദ്രൻ്റെ നിഴൽപാതയിൽ വരുന്നതും ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാതിരിക്കുകയും ചെയ്യുന്നതിനുള്ള കാരണമാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. നോക്കിക്കേ, ഭൂമി ചന്ദ്രൻ്റെ നിഴൽപാതയിൽ വരുന്നു. ഭൂമി ചന്ദ്രൻ്റെ നിഴൽപാതയിൽ വരുന്നതും ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്ന ആ പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. അടുത്തത്, സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് ഏത് സമയത്താണ്? സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് പകൽ സമയത്താണ് സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂമി എവിടെ വരുന്നു? സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ ഭൂമി, എർത്ത് വരുന്നു. നേരത്തെ MES എന്ന് പറഞ്ഞ കോഡ് വന്നില്ല, ഈ വരുന്ന സെൻറ്ററിൽ. അങ്ങനെ വരുമ്പോൾ, നേർരേഖയിൽ വരുമ്പോൾ സംഭവിക്കുന്നതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. ഭൂമിയുടെ നിഴൽ
ചന്ദ്രൻ വന്നാൽ ചന്ദ്രനെ കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ്. ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വന്നാൽ, ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വന്നാൽ ചന്ദ്രനെ കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് ചന്ദ്രഗ്രഹണം. അപ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വന്നാൽ ചന്ദ്രനെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഏത് സമയത്താണ്? രാത്രിയാണ് അല്ലെ? രാത്രിയാണ് നമ്മൾ ചന്ദ്രനെ നോക്കുന്നത്. അപ്പോൾ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഏത് സമയത്താണ്? രാത്രിയിലാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. അടുത്തത് വിത്തിനുള്ളിൽ എന്ന് പറയുന്ന ടോപ്പിക്ക് നോക്കാം. അനുകൂല സാഹചര്യങ്ങളിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായിട്ട് വളരുന്ന പ്രവർത്തനം. അനുകൂലമായ സാഹചര്യങ്ങൾ വന്നാൽ വിത്തിനകത്തുള്ള ഭ്രൂണം അതിൻ്റെ അകത്ത് തന്നെ വെച്ച് തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് ബീജാങ്കുരണം എന്നറിയപ്പെടുന്നത്. ബീജാങ്കുരണം. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നതാണ് ബീജമൂലം എന്ന് പറയുന്നത്. ബീജമൂലമാണ്. ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നതാണ് ബീജമൂലം. ബീജമൂലം പിന്നീട് സസ്യത്തിന്റെ ഏത് ഭാഗമായി മാറുന്നു? വേരായിട്ടാണ് ബീജമൂലം മാറുന്നത്. ബീജമൂലം സസ്യത്തിന്റെ വേരായിട്ട് മാറുന്നു. ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം എന്നറിയപ്പെടുന്നത്. ബീജശീർഷമാണ് ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗം ബീജശീർഷമാണ്. ബീജശീർഷം വളർന്ന് സസ്യത്തിന്റെ ഏത് ഭാഗമായി മാറുന്നു? കാണ്ഡമായിട്ട് മാറുന്നു. അപ്പോൾ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്. ബീജമൂലം വേരായിട്ട് മാറുന്നു. അതുപോലെ ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം എന്ന് പറയുന്നത്. ഈ ബീജശീർഷം പിന്നീട് കാണ്ഡമായിട്ട് മാറുന്നു. അടുത്തത് ഇലകൾ ആഹാരം നിർമ്മിക്കാൻ തുടങ്ങുന്നത് വരെ സസ്യത്തിന് ആവശ്യമായ ആഹാരം അല്ലെങ്കിൽ പോഷണം നൽകുന്നത് ബീജപത്രമാണ്. അപ്പോൾ ഇലകൾ ആഹാരം നിർമ്മിക്കാൻ തുടങ്ങുന്നത് വരെ സസ്യത്തിന് വേണ്ട ആഹാരവും പോഷകവും നൽകുന്നത് ബീജപത്രമാണ്. നന്ദ്യാർവട്ടം പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത് ഏത് രീതിയിലാണ് എന്ന് ചോദിച്ചാൽ തണ്ടിൽ നിന്നുമാണ് നന്ദ്യാർവട്ടം പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത്. തണ്ടിൽ നിന്നുമാണ്. ബ്രയോഫില്ലത്തിൽ പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത് ഏത് രീതിയിലാണ്? ഇലകളിൽ നിന്നാണ് ബ്രയോഫില്ലത്തിൽ പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത്. ചന്ദനത്തിൽ പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത് വേരിൽ നിന്നാണ്. ചന്ദനത്തിൽ പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത് വേരിൽ നിന്നാണ്. സസ്യങ്ങളിൽ വേര്, തണ്ട്, ഇല ഇവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ വേര്, തണ്ട്, ഇല ഇവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്നത് കായിക പ്രജനനമാണ്. അപ്പൂപ്പൻ താടിയിൽ വിത്ത് വിതരണത്തിന് കാരണമാകുന്നത് കാറ്റാണ്. കാറ്റ് വഴിയാണ് അപ്പൂപ്പൻ താടിയിൽ വിത്ത് വിതരണം നടക്കുന്നത്. വെണ്ടയിൽ വിത്ത് വിതരണം നടക്കുന്നത് പൊട്ടിത്തെറിച്ചാണ് വെണ്ടയിൽ വിത്ത് വിതരണം നടക്കുന്നത്. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ്. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പപ്പായ, കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്ക. തേയിലയുടെ ജന്മദേശമാണ് ചൈന. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പാണ്. റബ്ബർ, കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീലാണ്. അടുത്ത ഊർജത്തിന്റെ ഉറവിടം നോക്കാം. കത്തുമ്പോൾ താപം പുറത്തുവിടാൻ കഴിയുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. LPG, CNG, ഹൈഡ്രജൻ എന്നിവ ഏത് വിഭാഗത്തിൽപ്പെട്ട ഇന്ധനങ്ങളാണ് എന്ന് ചോദിച്ചാൽ വാതക ഇന്ധനങ്ങളാണ്. LPG, CNG, ഹൈഡ്രജൻ എന്നിവ വാതക ഇന്ധനങ്ങളാണ്. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ഏവിയേഷൻ ഫ്യൂവലാണ്. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ. ഇന്ധനം ജ്വലിക്കാൻ വേണ്ട അത്യാവശ്യ അനുകൂലനം ഏതാണ്? വായു. ഇന്ധനം ജ്വലിക്കാൻ വേണ്ട അത്യാവശ്യ അനുകൂലനം ഏതാണെന്ന് വെച്ചാൽ വായുവാണ്. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇന്ധനമാണ് കൽക്കരി എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് കൽക്കരി. കൽക്കരി, പെട്രോളിയം എന്നിവയെ പൊതുവെ വിളിക്കുന്ന പേരാണ് ഫോസിൽ ഇന്ധനങ്ങൾ. കൽക്കരി, പെട്രോളിയം എന്നിവ ഫോസിൽ ഇന്ധനങ്ങളാണ്. ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങളാണ് പാരമ്പര്യ ഇന്ധനങ്ങൾ. ഓർത്തു വയ്ക്കുക, പാരമ്പര്യ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങളാണ്. സൗരോർജം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഒരിക്കലും തീരാത്ത ഊർജ സ്രോതസ്സുകളെ പൊതുവായി പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഉപയോഗിച്ചാൽ തീരാത്ത
ഇന്ധനങ്ങളാണ് സൗരോർജ്ജം, കാറ്റ്, തിരമാല. ഇവയെ പൊതുവായി പറയുന്നതാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. മാറിപ്പോകരുത്. പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ് പാരമ്പര്യ ഇന്ധനങ്ങൾ. ഉപയോഗിച്ചാൽ തീരാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. അതിന് എക്സാമ്പിളാണ് സൗരോർജ്ജം, കാറ്റ്, തിരമാല എന്നിവ. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. സൗരോർജ്ജം, കാറ്റ്, തിരമാല ഇതൊക്കെ ഉപയോഗിച്ചാലും തീരാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇവയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്ത്? അപ്പോൾ സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് സോളാർ സെല്ല് സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതാണ് സോളാർ സെല്ല്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് 5ാം ക്ലാസ്സിൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. PSCയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ചരിത്രമാണ്. കേരള ചരിത്രത്തിൽ നിന്നുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ചേര ഭരണകാലത്ത് ഭൂനികുതി അറിയപ്പെട്ടിരുന്നത്. ചേര ഭരണകാലത്ത് ഭൂനികുതി അറിയപ്പെട്ടിരുന്നത് പദവാരം എന്നാണ്. പദവാരം എന്ന പേരിലാണ് ചേര ഭരണകാലത്ത് ഭൂനികുതി അറിയപ്പെട്ടിരുന്നത്. പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം. പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കണ്ണൂർ. ചേര ഭരണകാലത്ത് പുലിപ്പൊന്ന് എന്ന് അറിയപ്പെട്ടിരുന്നത് വിൽപ്പന നികുതി. വിൽപ്പന നികുതിയാണ് ചേര ഭരണകാലത്ത് പുലിപ്പൊന്ന് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാരുടെ സ്വകാര്യ സ്വത്തായ ഭൂമി അറിയപ്പെട്ടിരുന്നത് ചേരിക്കൽ എന്നാണ്. അപ്പോൾ ചേര ഭരണകാലത്ത് ഭൂനികുതി അറിയപ്പെട്ടിരുന്നത് പദവാരം എന്നും വിൽപ്പന നികുതി അറിയപ്പെട്ടിരുന്നത് പുലിപ്പൊന്നും എന്നുമാണ്. അതുപോലെ രാജാക്കന്മാരുടെ സ്വകാര്യ സ്വത്താണ് എന്ത്? ചേരിക്കൽ. ചേരിക്കൽ എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ സ്വകാര്യ സ്വത്തായ ഭൂമിയാണ്. അതുപോലെ നൗറ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കണ്ണൂർ. പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രച്ഛന്നബുദ്ധൻ അറിയപ്പെടുന്നത് ശ്രീ ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യരുടെ പ്രധാന ശിഷ്യനാണ് പത്മപാദർ. പത്മപാദറാണ് ശങ്കരാചാര്യരുടെ പ്രധാന ശിഷ്യൻ. ശങ്കരാചാര്യർ സമാധിയായ സ്ഥലമാണ് കേദാർനാഥ്. അപ്പോൾ കേദാർനാഥിലാണ് ശങ്കരാചാര്യർ സമാധിയായിട്ടുള്ളത്. ശങ്കരാചാര്യർ ഭാരതത്തിൻ്റെ വടക്ക് സ്ഥാപിച്ച മഠം. അപ്പോൾ വടക്ക് സ്ഥാപിച്ച മഠമാണ് ജ്യോതിർമഠം. അത് ബദരീനാഥിലാണ്. ശങ്കരാചാര്യർ ഭാരതത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥാപിച്ച മഠം ജ്യോതിർമഠമാണ്. അത് ബദരീനാഥിലാണുള്ളത്. അതുപോലെ ഭാരതത്തിൻ്റെ കിഴക്ക് സ്ഥാപിച്ച മഠമാണ് ഗോവർദ്ധന മഠം. ഗോവർദ്ധന മഠം പുരിയിലാണ്. അപ്പോൾ ശങ്കരാചാര്യർ വടക്ക് സ്ഥാപിച്ചത് ജ്യോതിർമഠം, കിഴക്ക് സ്ഥാപിച്ച മഠമാണ് ഗോവർദ്ധന മഠം. അത് പുരിയിലാണ്. ദെൻ ശങ്കരാചാര്യർ ഭാരതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥാപിച്ച മഠമാണ് പടിഞ്ഞാറ് ശാരദാമഠം. എവിടെയാണ്? ദ്വാരകയിലാണ്. ശാരദാമഠം ദ്വാരക. ശങ്കരാചാര്യർ ഭാരതത്തിൻ്റെ തെക്ക് സ്ഥാപിച്ച മഠമാണ് ശൃംഗേരി മഠം. അത് കർണാടകയിലാണ്. അപ്പോൾ ഈ 4 മഠങ്ങൾ പഠിക്കണം. വടക്ക് സ്ഥാപിച്ച മഠം ഏതാണ്? വടക്ക് ബദ്രീനാഥിലെ ജ്യോതിർമഠം. അതുപോലെ കിഴക്ക് പുരിയിൽ ഗോവർദ്ധന മഠം, പടിഞ്ഞാറ് ദ്വാരകയിൽ ശാരദാമഠം, കർണാടകയിൽ അതായത് തെക്ക് കർണാടകയിൽ ശൃംഗേരി മഠം. മൂഷിക രാജവംശത്തിൻ്റെ തലസ്ഥാനം ഏഴിമലയാണ്. മൂഷിക രാജവംശത്തിൻ്റെ തലസ്ഥാനം. തീർത്ഥാടകരിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഹുയാൻസാങ് ആണ്. തീർത്ഥാടകരിലെ രാജകുമാരനാണ് ഹുയാൻസാങ്. നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കുമാണ്. തീർത്ഥാടകരിലെ രാജകുമാരനാണ് ഹുയാൻസാങ്. നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. നിർമ്മിതികളുടെ രാജകുമാരൻ
നിർമ്മിതികളുടെ രാജകുമാരനാണ്. ആര്? ഷാജഹാനാണ് നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രാചീന നാണയമായി കണക്കാക്കുന്നത് രാശിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ നാണയമായിട്ട് കണക്കാക്കപ്പെടുന്നത് രാശി. സാമൂതിരിമാരുടെ നാണയമാണ് വീരരായൻ പുതിയ പണം എന്നുള്ളത്. വീരരായൻ പുതിയ പണമാണ് സാമൂതിരിമാരുടെ നാണയം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ നാണയമാണ് എന്ത്? അനന്തരായൻ പണം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ നാണയം അറിയപ്പെടുന്നത് അനന്തരായൻ പണം എന്നാണ്. എളങ്ങല്ലൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് ഇടപ്പള്ളിയാണ്. ഇടപ്പള്ളി അറിയപ്പെടുന്നത് എളങ്ങല്ലൂർ സ്വരൂപം എന്ന പേരിലാണ്. പിണ്ടിനവട്ടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്നത് നോർത്ത് പറവൂരാണ്. വടക്ക് പറവൂരാണ് പിണ്ടിനവട്ടത്ത് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അരങ്ങോട്ട് സ്വരൂപം എന്നറിയപ്പെടുന്നത് വള്ളുവനാടാണ്. അതുപോലെ തരൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എളങ്ങല്ലൂർ സ്വരൂപമാണ് ഇടപ്പള്ളി. പിണ്ടിനവട്ടം അല്ലെങ്കിൽ പിണ്ടിനവട്ടത്ത് സ്വരൂപം അറിയപ്പെടുന്നത് വടക്കേ പറവൂർ, അതായത് നോർത്ത് പറവൂരാണ്. അരങ്ങോട്ട് സ്വരൂപമാണ് വള്ളുവനാട്. തരൂർ സ്വരൂപം പാലക്കാടാണ്. പ്രാചീന കാലത്തെ പർവ്വത പ്രദേശം അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി. നമ്മൾ തിണകളൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. പ്രാചീന കാലത്ത് പർവ്വത പ്രദേശമാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. ഇനി പ്രാചീന കാലത്തിന് മുല്ലൈ എന്നറിയപ്പെടുന്നത് ഏത് തിണയാണ്? മുല്ലൈ എന്നറിയപ്പെടുന്നത് കൊന്ന്, പുൽമേട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ് മുല്ലൈ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പർവ്വത പ്രദേശം അറിയപ്പെടുന്നത് കുറിഞ്ചിയാണ്. മുല്ലൈ എന്നറിയപ്പെടുന്നത് കുന്നുകളും പുൽമേടുകളുമുള്ള പ്രദേശമാണ് മുല്ലൈ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രാചീന കാലത്ത് പാലൈ എന്ന് അറിയപ്പെട്ടിരുന്നത് എന്താണ്? മണൽ കലർന്ന പാഴ്പ്രദേശം, വരണ്ട പ്രദേശമൊക്കെയാണ് പാലൈ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രാചീന കാലത്ത് മരുതം എന്നറിയപ്പെട്ടിരുന്നത് വയൽ പ്രദേശങ്ങളാണ് മരുതം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ പ്രാചീന കാലത്ത് നെയ്തൽ എന്ന് അറിയപ്പെട്ടിരുന്നത് തീരപ്രദേശം അല്ലെങ്കിൽ കടൽ തീരപ്രദേശങ്ങളാണ് നെയ്തൽ എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇതാണ് പ്രാചീന കാലത്തെ 5 തിണകളാണ്: കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. അപ്പോൾ കുറിഞ്ചി എന്ന് പറയുന്നത് പർവ്വത പ്രദേശമാണ്. മുല്ലൈ എന്ന് പറയുന്നത് കുന്നുകളും പുൽമേടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ പാലൈ എന്ന് പറയുന്നത് മണൽ കലർന്ന പാഴ് പ്രദേശം, വരണ്ട പ്രദേശമാണ്. വയൽ പ്രദേശം അറിയപ്പെടുന്നത് മരുതം എന്ന പേരിലും കടൽ തീരം അല്ലെങ്കിൽ തീരപ്രദേശം അറിയപ്പെടുന്നത് നെയ്തൽ എന്ന പേരിലുമാണ്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ രാജവംശമാണ് ആയ് വംശം. കേരളത്തിലെ ആദ്യ രാജവംശമാണ് ആയ് രാജവംശം. ആയ് വംശ സ്ഥാപകനാണ് ആയ് അന്തിരൻ. ആയ് വംശസ്ഥാപകൻ ആയ് അന്തിരനാണ്. ആയ് രാജ തലസ്ഥാനമാണ് വിഴിഞ്ഞ്. അപ്പോൾ ആയ് രാജവംശത്തിൻ്റെ തലസ്ഥാനം വിഴിഞ്ഞമാണ്. അതിൻ്റെ സ്ഥാപകൻ ആയ് അന്തിരനാണ്. ആയ് രാജകീയ മുദ്ര ആനയാണ്. അപ്പോൾ ആയ് രാജവംശത്തിൻ്റെ രാജകീയ മുദ്ര ആനയും ആയിൻ്റെ രാജകീയ പുഷ്പം, ആയ് രാജവംശത്തിൻ്റെ രാജകീയ പുഷ്പം എന്ന് പറയുന്നത് കണിക്കൊന്നയുമാണ്. അപ്പോൾ രാജകീയ മുദ്ര ആനയും പുഷ്പം കണിക്കൊന്നയുമാണ്. അതിൻ്റെ തലസ്ഥാനം വിഴിഞ്ഞമാണ്. ആയ് വംശസ്ഥാപകൻ ആയ് അന്തിരനാണ്. ആയ് രാജവംശത്തിൻ്റെ ആദ്യകാലത്തെ ആസ്ഥാനം ആയിക്കുടിയായിരുന്നു. ആയിക്കുടി അഥവാ പൊതിയൻമല. ആയ് രാജവംശത്തിൻ്റെ ആദ്യകാല ആസ്ഥാനമാണ് ആയിക്കുടി അഥവാ പൊതിയൻമല. പൊതിയൻമല ഇപ്പോൾ അറിയപ്പെടുന്നത് അഗസ്ത്യാർകൂടം എന്നാണ്. അപ്പോൾ അഗസ്ത്യാർകൂടമാണ് പൊതിയൻമല എന്ന് അറിയപ്പെട്ടിരുന്നത്. ആയ് തലസ്ഥാനം ആയിക്കുടിയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് മാറ്റിയത് കരുതന്തടക്കനാണ്. കരുതന്തടക്കനാണ് ആയ് തലസ്ഥാനം ആയിക്കുടിയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് മാറ്റിയത്. കേരള അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രമാദിത്യ വരഗുണൻ. ആയ് രാജവംശത്തിലെ വിക്രമാദിത്യ വരഗുണനാണ് കേരള അശോകൻ എന്ന് അറിയപ്പെടുന്നത്. ദക്ഷിണ നളന്ദ എന്ന് പറയുന്നത് കാന്തളൂർ ശാലയാണ്. ദക്ഷിണ നളന്ദ എന്ന് അറിയപ്പെടുന്നത് കാന്തളൂർ ശാലയാണ്. ഈ കാന്തളൂർ ശാലയുടെ സ്ഥാപകനാണ് ആര്? കരുനന്തടക്കൻ. കരുനന്തടക്കനാണ് കാന്തളൂർ ശാലയുടെ സ്ഥാപകൻ.
ചേരവംശത്തിൻ്റെ ആസ്ഥാനമാണ് വാഞ്ചി. ചേരവംശം അതിൻ്റെ ആസ്ഥാനം വാഞ്ചിയാണ്. ചേരവംശത്തിൻ്റെ രാജമുദ്രയാണ് അമ്പും വില്ലും. ആയവംശത്തിൻ്റെ ആനയായിരുന്നു അല്ലേ? ചേരവംശത്തിൻ്റെ രാജമുദ്ര അമ്പും വില്ലുമാണ്. രണ്ടാം ചേരവംശത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മഹോദയപുരമാണ്. രണ്ടാം ചേരവംശമാണ് കുലശേഖരന്മാരുടെ കാലഘട്ടം. അപ്പോൾ രണ്ടാം ചേരവംശത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മഹോദയപുരമാണ്. ചേരവംശത്തിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ വാഞ്ചിയാണ്. രണ്ടാം ചേരവംശത്തിൻ്റെ ആസ്ഥാനമാണ് മഹോദയപുരം. ഇനി കുലശേഖര വംശസ്ഥാപകനാണ് ആര്? കുലശേഖര വർമ്മൻ അഥവാ കുലശേഖര ആൾവാറാണ് കുലശേഖര വംശസ്ഥാപകൻ. കേരള ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഈ കുലശേഖര ഭരണകാലഘട്ടമാണ്. അപ്പോൾ കുലശേഖര വംശസ്ഥാപകനാണ് കുലശേഖര വർമ്മൻ അഥവാ കുലശേഖര ആൾവാർ. കേരള ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് കുലശേഖരന്മാരുടെ ഭരണകാലഘട്ടമാണ്. കേരള ചൂടാമണി എന്നറിയപ്പെടുന്ന രാജാവാണ് കുലശേഖര ആൾവാർ. കേരള ചൂടാമണി എന്നറിയപ്പെട്ട രാജാവ് കുലശേഖര ആൾവാറാണ്. ശങ്കരാചാര്യരുടെ സമകാലികനായ രാജാവാണ് കുലശേഖര ആൾവാർ. AD 825 കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവ്. അപ്പോൾ കൊല്ലവർഷം എന്നാണ് ആരംഭിച്ചത്? AD 825 അപ്പോൾ AD 825 കൊല്ലവർഷം ആരംഭിച്ചത് ആരാണ്? രാജശേഖര വർമ്മനാണ്. AD 825 കൊല്ലവർഷം സ്ഥാപിച്ച കുലശേഖര രാജാവാണ് രാജശേഖര വർമ്മൻ. AD 829 മാമാങ്കം ആരംഭിച്ച കുലശേഖര രാജാവ് ആരാണ്? രാജശേഖര വർമ്മൻ തന്നെയാണ്. അപ്പോൾ AD 825 കൊല്ലവർഷം ആരംഭിച്ചത്. കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവാണ് രാജശേഖര വർമ്മൻ. അതുപോലെ മാമാങ്കം ആരംഭിച്ചതെന്നാണ് AD 829 അതും ആരാണ് ആരംഭിച്ചത്? രാജശേഖര വർമ്മനാണ്. കേരള പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ഹെർമൻ ഗുണ്ടർട്ട്. കേരള പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഹെർമൻ ഗുണ്ടർട്ടാണ്. കേരളത്തിൽ പ്രാചീന മൺഭരണികളായ നന്നങ്ങാടികൾ കണ്ടെത്തിയ സ്ഥലമാണ് ഏങ്ങണ്ടിയൂരും അതുപോലെ തൃശ്ശൂരും. തൃശ്ശൂർ, ഏങ്ങണ്ടിയൂർ എന്നിവിടങ്ങളിലാണ് കേരളത്തിലെ പ്രാചീന മൺഭരണികൾ, അത് അറിയപ്പെടുന്നത് നന്നങ്ങാടികൾ എന്നാണ്. അത് കണ്ടെത്തിയ സ്ഥലങ്ങളാണ് ഏങ്ങണ്ടിയൂരും തൃശ്ശൂരും. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അമ്പുകുത്തിമല, വയനാട്. അപ്പോൾ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാടാണെന്ന് നമുക്കറിയാം. ആ മലനിരകൾ അറിയപ്പെടുന്നതാണ് അമ്പുകുത്തിമല. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യ ചരിത്രരേഖയാണ് വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനമാണ് കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആദ്യത്തെ ചരിത്രരേഖ എന്ന് അറിയപ്പെടുന്നത്. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് രാജശേഖര വർമ്മൻ. നമ്മൾ നേരത്തെ പറഞ്ഞ രാജശേഖര വർമ്മനാണ് വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്. നമശിവായ എന്ന് ആരംഭിക്കുന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം എന്ന് പറയുന്നത്. അടുത്തത് കൃത്യമായി തീയതി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ശാസനം. അപ്പോൾ കൃത്യമായിട്ട് തീയതി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യ ശാസനം എന്ന് പറയുന്നത് തരിസാപ്പള്ളി ശാസനമാണ്. അത് AD 849 AD 849 തരിസാപ്പള്ളി ശാസനം. കൃത്യമായിട്ട് തീയതി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ശാസനമാണ്. തരിസാപ്പള്ളി ശാസനം അല്ലെങ്കിൽ കോട്ടയം ചേപ്പേട് എന്നറിയപ്പെടും. കോട്ടയം ചേപ്പേട് പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് സ്ഥാണു രവിവർമ്മനാണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്. തരിസാപ്പള്ളി ശാസനം എഴുതിയ വേണാട് ഗവർണർ ആരാണ്? അയ്യനടികൾ തിരുവടികളാണ് തരിസാപ്പള്ളി ശാസനം എഴുതിയ വേണാട് ഗവർണർ. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനമാണ് മാമ്പള്ളി ശാസനം. കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം മാമ്പള്ളി ശാസനമാണ്. മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ശ്രീ വല്ലഭൻ കോതയാണ് മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചിട്ടുള്ള ഭരണാധികാരി. ഓടനാട് എന്നറിയപ്പെടുന്ന സ്ഥലം നമ്മൾ നേരത്തെ പറഞ്ഞു. നൗറ എന്നറിയപ്പെട്ടത് കണ്ണൂരാണ്. ഓടനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കായംകുളത്തിൻ്റെ പഴയ പേരാണ് ഓടനാട്. അതുപോലെ മരച്ചിപ്പട്ടണം, മുസിരീസ്, മഹോദയപുരം,
മുച്ചിരി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. അപ്പോൾ കൊടുങ്ങല്ലൂരിൻ്റെ പല പല പേരുകളാണ്: പരച്ചിപ്പട്ടണം, മുസിരീസ്, മഹോദയപുരം, മുച്ചിരി എന്ന പേരുകളൊക്കെ അറിയപ്പെട്ടിരുന്നത് കൊടുങ്ങല്ലൂരാണ്. തിണ്ടീസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പൊന്നാനി. ബറാക്കെ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പുറക്കാടാണ്. ബറാക്കെ എന്നറിയപ്പെടുന്നത് പുറക്കാടാണ്. നെൽക്കിണ്ട എന്നറിയപ്പെട്ട സ്ഥലം നീണ്ടകരയാണ് നെൽക്കിണ്ട എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. നമ്മൾ കേരള ചരിത്രത്തിൽ ഏതാനും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.